സോ എല്ലാവർക്കും മനോരമ ഹൊറൈസന്റെ സ്മാർട്ട് സ്റ്റഡി പ്രോഗ്രാമിന്റെ ഗ്രേഡ് 10ന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം പുതിയ ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഏകദേശം ഈ 10th നമ്മുടെ സിലബസ് ഒക്കെ തീർന്ന് ഏറ്റവും അവസാനത്തെ ക്ലാസ് നമുക്ക് വേണമെങ്കിൽ ഇതിനെപ്പറ്റി പറയാം. കാരണം നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി കാര്യങ്ങളൊക്കെ പഠിച്ചു, നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു. ഏറ്റവും അവസാനത്തെ ചാപ്റ്ററുള്ള ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം എന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട റിയാക്ഷൻ ഭാഗങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു. ഇനിയിപ്പോൾ ചെറിയൊരു പോർഷൻ ഉണ്ട്. പരീക്ഷയ്ക്ക് സാധാരണ ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് വരാറുള്ളത് ഈ ചേരുംപടി ചേർക്കുക, അല്ലെങ്കിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അല്ലെങ്കിൽ കുറച്ച് റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. അതായത് നേരത്തെ ഇതിലെ മെയിൻ ഈ ഒരു ചാപ്റ്ററിലെ മെയിൻ പോർഷൻ നിങ്ങൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. റിയാക്ഷൻ മെക്കാനിക്സ്, അഡീഷൻ, റിയാക്ഷൻ, തെർമൽ ക്രാക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ, തെർമൽ ക്രാക്കിംഗ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചു. ഒരുപാട് ഓർഗാനിക് കമ്പൗണ്ട്സ് നമ്മുടെ ചുറ്റും എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വളരെ കുറച്ച് 3 ടൈപ്പ് ഓഫ് കമ്പൗണ്ട്സ് മാത്രമേ ഡിസ്കസ് ചെയ്യാം. അതെന്താണെന്ന് ഞാൻ പറയാം. പക്ഷേ ഈ ഓർഗാനിക് കമ്പൗണ്ട്സ് നമ്മൾ ചുറ്റും കാണുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അങ്ങനെ എന്താ സാർ ചോദിക്കുന്നത്, ടീച്ചർ പറഞ്ഞതനുസരിച്ച് നമുക്കത് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ നിങ്ങൾ ചോദിച്ചാൽ വളരെ തെറ്റാണ്. കാരണം നമ്മൾ ചുറ്റും കാണുന്നതിൽ വേറെ ഏത് എലമെന്റ്സും തമ്മിലുള്ള കോമ്പിനേഷൻ, അതായത് ഏത് എലമെന്റ്സ് എടുത്തു, ഇപ്പം സൾഫർ, നൈട്രജൻ, ക്ലോറിൻ, ബ്രോമിൻ, കൊബാൾട്ട്, അയറൺ, സിൽവർ, അങ്ങനെ ഏത് എലമെന്റ് എടുത്തു, ഏതൊക്കെ എലമെന്റ്സ് തമ്മിലുള്ള കോമ്പിനേഷൻ, അവർ തമ്മിലുള്ള കമ്പൗണ്ട്സ് ഒക്കെ എടുത്താലും അവരൊക്കെ എടുത്തിട്ടുള്ള ആ ഒരു തട്ടില്ലേ, അവരൊക്കെ തട്ട് എപ്പോഴും പൊങ്ങി മാത്രമേ ഇരിക്കും. കാരണം കാർബണും ഹൈഡ്രജനും ചേർന്നിട്ടുള്ള ഓർഗാനിക് കമ്പൗണ്ട്സ് ഉള്ളത്ര ഒരൊറ്റ കമ്പൗണ്ടും നമ്മുടെ ചുറ്റും നാച്ചുറൽ അറ്റ്മോസ്ഫിയറിൽ എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല. കാരണം നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ ആൾക്കാരും, എല്ലാ സാധനങ്ങളും ഓർഗാനിക് കമ്പൗണ്ട്സ് ആണെന്ന് പറയാം. നമ്മുടെ ഹ്യൂമൻ ബോഡി ആയിക്കോട്ടെ, ചെടികളായിക്കോട്ടെ, പഴങ്ങളോ ഫ്രൂട്ട്സ്, എന്തു സാധനമായിക്കോട്ടെ, കൂടുതലും ഓർഗാനിക് ആണ്. നമ്മളിപ്പോൾ ഓർഗാനിക് സാധനങ്ങളൊക്കെ പറയുന്നില്ലേ, ഓർഗാനിക് ഫ്രൂട്ട്സ്, ഓർഗാനിക് പ്രൊഡക്ട്സ് എന്നൊക്കെ നമ്മൾ കേൾക്കാറില്ലേ. അല്ല, നമ്മളിപ്പോൾ ഒരു കോസ്മെറ്റിക് പ്രൊഡക്റ്റ് ദിസ് ഇസ് കംപ്ലീറ്റ്ലി ഓർഗാനിക്. അപ്പൊ എന്താണ് ഓർഗാനിക് എന്ന് പറഞ്ഞാൽ നമ്മൾ ചുറ്റും കാണുന്ന ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഓർഗാനിക് കമ്പൗണ്ട്സ് ആണ്. സ്റ്റാർച്ച്, അത് നമ്മൾ കഴിക്കുന്ന സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് എന്നൊക്കെ പറഞ്ഞ എല്ലാം ഓർഗാനിക് കമ്പൗണ്ട്സ് ആണ്. ഓക്കെ, ആൽക്കഹോൾസ് ആയിക്കോട്ടെ, നമ്മൾ കുടിക്കുന്ന ആൽക്കഹോൾസ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണങ്ങളായിട്ട് അരി ഭക്ഷണമാണ്, നമ്മൾ അതിലെന്താണുള്ളത്, അതിൽ കാർബോഹൈഡ്രേറ്റ്സ് ആണുള്ളത്, അതൊക്കെ എന്താണ് ഓർഗാനിക് കമ്പൗണ്ട്സ് ആണ്. സോ ഓർഗാനിക് കമ്പൗണ്ട്സ് നമ്മുടെ ചുറ്റിലും നമുക്ക് ഒരുപാട് കാണാൻ പറ്റും. ഒരുപാട് എന്ന് വെച്ചാൽ ഇറ്റ്സ് ന്യൂമറസ്, നമുക്ക് എണ്ണം കൊണ്ടൊന്നും നമുക്ക് അറിയിക്കാൻ പറ്റും. ചുറ്റും കാണുന്ന ഒരുപാട് സാധനങ്ങളൊക്കെ കാർബണും ഹൈഡ്രജനും പിന്നെ മറ്റു മൂലങ്ങളൊക്കെ കണ്ടിട്ടില്ല ഓർഗാനിക് കമ്പൗണ്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വളരെ കുറച്ച് ഓർഗാനിക് കമ്പൗണ്ട്സ് ആണ്. പക്ഷെ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നിങ്ങൾ കേട്ട് പരിചയമുള്ള ആൾക്കാർ തന്നെയാണ്. ഓക്കെ, ആരൊക്കെയാണ്? ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആൽക്കഹോൾസ് പഠിക്കും, പിന്നെ നമ്മൾ കാർബോക്സിലിക് ആസിഡ് പഠിക്കും, പിന്നെ എസ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾ കുറച്ചൊരു പുതിയതായിട്ട് കേൾക്കുന്ന ഒരാൾ. അതെന്താണ് നമുക്ക് ഡിസ്കസ് ചെയ്യും. ആൽക്കഹോൾസ് പറയുമ്പോൾ നമ്മൾ എല്ലാ ആൽക്കഹോൾസും ഡിസ്കസ് ചെയ്യുന്നില്ല. കേട്ട് പരിചയമുള്ള 2 ആൽക്കഹോൾസ് ആണ് മെത്തനോളും എത്തനോളും. പിന്നെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ആൽക്കഹോളാണ് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ. എവിടെയാണ് പരിചയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ സാനിറ്റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സാനിറ്റൈസറിന്റെ ബോട്ടിൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ കണ്ടൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നോക്കി കഴിഞ്ഞാൽ അതിൽ മിക്കവാറും ഒരു ആൽക്കഹോൾ ഉണ്ടാവും. കൂടുതലും നമ്മുടെ സാനിറ്റൈസേഴ്സിൽ ഉപയോഗിക്കുന്ന ഒരു ആൽക്കഹോൾ എന്ന് വെച്ചാൽ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ. കാരണം എഥനോളും വെച്ച് നോക്കും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി സേഫ് ആണ് യൂസ് ചെയ്യാൻ. ഓക്കെ, പിന്നെ കാർബോക്സിലിക് ആസിഡ്സ്, ഒരുപാട് കാർബോക്സിലിക് ആസിഡ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ്സിന്റെ കാര്യം പറയുമ്പോൾ കാർബോക്സിലിക് ആസിഡിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തു. എങ്ങനെ അതിന്റെ നെയിമിക്ക് വരുന്നു, ഓയിക് ആസിഡ് എന്ന അവസാനം പേര് വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ എഥനോയിക് ആസിഡ് എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ വേറൊരു പേര്, എഥനോയിക് ആസിഡ് നിങ്ങൾ കേട്ടില്ലെങ്കിൽ വേറൊരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ്? അസറ്റിക് ആസിഡ്. ഓക്കെ, ഇനി അതും കേട്ടിട്ടില്ലെങ്കിൽ, അസറ്റിക് ആസിഡും പോട്ടെ, നിങ്ങൾ കേട്ടിട്ടില്ല, അതും കേട്ടിട്ടില്ല, നിങ്ങൾ കേട്ടിട്ടുള്ള ഒരാളാണ് വിനെഗർ. ഇതൊക്കെ അതിന്റെ വേറെ വേറെ പേരുകളാണ്. അതിനെപ്പറ്റി നമ്മൾ പഠിക്കും. ഓക്കെ, പിന്നെ നമ്മൾ എസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ അതിന്റെ സബായിട്ട് എസ്റ്റേഴ്സ് അല്ല, ഇപ്പൊ സോപ്സും ഡിറ്റർജൻസും കൂടി നമ്മൾ പഠിക്കും. അതൊന്നും എസ്റ്റേഴ്സ് അല്ല കേട്ടോ. എസ്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇവരാവുന്നതെന്ന് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് എന്താ കാര്യം? പഠിച്ചിട്ട് ഒരുപാട് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ കെമിക്കൽസിന്റെ യൂസ്. അതിൽ എത്രത്തോളം ബാഡ് എഫക്റ്റ് ഉണ്ട്, എത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ഏതിൽ നിന്നൊക്കെ നല്ല കമ്പൗണ്ട്സ് ഉണ്ടാക്കിയിട്ട് എത്ര നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സമയത്ത്. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻ്റ്, അതായത് കെമിസ്ട്രിക്ക് ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് വരാൻ തുടങ്ങിയത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഹെൽത്ത് ഫീൽഡ് ബെറ്റർ മെഡിസിൻസ് കണ്ടുപിടിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ ഓർഗാനിക് കമ്പൗണ്ട്സും മറ്റ് കമ്പൗണ്ട്സും ഒക്കെ ഇമ്പോർട്ടൻ്റ്. കാരണം എന്താണ്, നമ്മളൊരു പർട്ടിക്കുലർ കമ്പൗണ്ട്സ് നമ്മൾ ഉണ്ടാക്കണം, ഒരു പർട്ടിക്കുലർ കോൺസെൻട്രേഷൻ, ഒരു പർട്ടിക്കുലർ അമൗണ്ട് ഉണ്ടാക്കിയാൽ മാത്രമേ അത് നമ്മൾ വിചാരിക്കുന്ന ഒരു എഫക്റ്റ് ആ ഒരു മെഡിസിൻ ഉണ്ടാവും. സോ അത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തണം. എന്താണ്? കറക്റ്റ് മിക്സ്ചറിൽ നമ്മൾ ആഡ് ചെയ്യണം, കറക്റ്റ് മിക്സ്ചറിൽ അത് റിയാക്ട് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ഉണ്ടാവണം. സോ അവിടെയൊക്കെ അതിന്റെ ഇമ്പോർട്ടൻ്റ് വരുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ പ്രൊഡക്റ്റ് ഇതാണോ, ശരിയാണോ, തെറ്റാണോ എന്നൊക്കെ നമുക്ക് അറിയണം. ഈ ആൽക്കഹോൾസ്, കാർബോക്സിലിക് ആസിഡ് നമ്മുടെ ചുറ്റുപാട് ഒരുപാട് കാണാൻ പറ്റുന്ന ആസിഡ്സുകളാണ് കാർബോക്സിലിക് ആസിഡ്. വിനെഗർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞത്. നിങ്ങൾ നാരങ്ങ എടുത്തോളൂ, നെല്ലിക്ക എടുത്തോളൂ, തക്കാളി എടുത്തോളൂ, ഏത് സാധനം എടുത്തോളൂ, ഇതിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആസിഡ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ നാരങ്ങയിൽ സിട്രിക് ആസിഡ് കേട്ടിട്ടുണ്ടാവും.
അതൊക്കെ എന്ത് ആസിഡാണ്? നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, ഫോസ്ഫോറിക് ആസിഡ് ഒക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. അതൊക്കെ എന്ന് വെച്ചാൽ വേറൊരു കാറ്റഗറിയാണ്. അതൊക്കെ മിനറൽ ആസിഡ്സ് എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു കാറ്റഗറിയാണ്. പക്ഷെ നമ്മൾ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ കൂടുതൽ കാണുന്നതും നമ്മുടെ ഭക്ഷണത്തിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, നമ്മൾ കഴിക്കുന്നത്, നമ്മൾ കൺസ്യൂം ചെയ്യുന്നതായിട്ടുള്ള ആസിഡ്സ് ഒക്കെ ആരാണ്? അതൊക്കെ കാർബോക്സിലിക് ആസിഡ്സുകളാണ്. ഓക്കെ, ആൽക്കഹോൾസ് ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയണം. നിങ്ങൾ എസ്റ്റേഴ്സും നിങ്ങൾ അറിഞ്ഞോ അറിയാതോ നിങ്ങൾ ലൈഫിൽ ഒരുപാട് ഉപയോഗിക്കുന്ന ആളാണ് എസ്റ്റേഴ്സ്. എവിടെയാണ്? ഈ സോപ്പ് ഞാൻ പറ, സോപ്പിന്റെ സോപ്സിൽ എസ്റ്റേഴ്സ് ഉണ്ട്. സോപ്സ് മാത്രമല്ല, പെർഫ്യൂം ആയിക്കോട്ടെ, മറ്റ് കോസ്മെറ്റിക്സ് എല്ലാം, കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഏത് വേണം കൊടുത്തു എല്ലാറ്റിലും ഉള്ള ഒരാളാണ് ആര്? എസ്റ്റേഴ്സ്. സോ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നില്ലേ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി ഇല്ലേ? അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണ് നമുക്ക് എങ്ങനെയെങ്കിലും തരത്തിൽ നമ്മൾ റിയൽ ലൈഫ് ആയിട്ടോ നമുക്കൊരു കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പഠനത്തിന് നമുക്ക് കുറച്ചുകൂടി ഒരു എന്താണ് പറയുക, നമുക്കൊരു ഉത്സാഹം തോന്നും പഠിക്കാൻ. സോ ഇവിടെ നിനക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏകദേശം ഒരു കണക്ഷൻ കിട്ടിയല്ലോ. അപ്പൊ ഇനി നമുക്ക് ആൽക്കഹോൾസ് എന്നതിന് ആദ്യത്തെ ഡിസ്കഷൻ നമുക്ക് തുടങ്ങാം. സോ ആൽക്കഹോൾസ് എന്താണ്, ഏതാണ്, അതെങ്ങനെ വരും എന്നൊക്കെ നമ്മൾ പഠിച്ചു. എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിട്ടുള്ള OH വരുമ്പോഴാണ് നമ്മൾ എന്ത് വരുന്നത്? ആൽക്കഹോൾസ് എന്നതിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരുപാട് ആൽക്കഹോൾസും അതിന്റെ നെയിമിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അന്ന് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന 2 ആൾക്കാരാണ്. ഒന്നാമത്തെ ആരാണ്? മെത്തനോൾ. ഇതെന്താ ഞാൻ കാണുമ്പോൾ പറഞ്ഞ ഒറ്റ കാർബണേ ഉള്ളൂ, അപ്പൊ മെത്ത് എന്ന് വരും. അപ്പൊ മെത്തനോൾ എന്ന് നമ്മൾ പേര് വിളിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്നത് മെത്തനോൾ ആണ്. അധികം ഒരുപാട് പഠിക്കാനില്ല, നമ്മൾ എത്തനോൾ ആണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഇപ്പൊ താഴെ കൊടുത്തതാരാണ്? എത്തനോൾ. 2 കാർബണുണ്ട് എത്തനോൾ. മെത്തനോളിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് വുഡ് സ്പിരിറ്റ്. ഇത് നിങ്ങളൊന്ന് ഓർമ്മിച്ചു കേട്ടോ, വുഡ് സ്പിരിറ്റ്. മെത്തനോളിന്റെ ഒരു പേരാണ് വുഡ് സ്പിരിറ്റ്. അതുപോലെ എത്തനോളിനെ വിളിക്കുന്ന പേരാണ് ഗ്രേപ്പ് സ്പിരിറ്റ്. എത്തനോളിന്റെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് പേര് പഠിക്കേണ്ട, പക്ഷെ വുഡ് സ്പിരിറ്റ് എന്താണെന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ മെത്തനോൾ ആണെന്ന് നിങ്ങൾക്ക് ഓർമ്മ വരണം. അപ്പൊ ഇനി നമുക്ക് ഇങ്ങനെ പഠിച്ചാൽ മാത്രം പോരില്ല, ഇവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന കൂടി അറിയണ്ടേ? അറിയാലോ. നമുക്ക് മെത്തനോൾ എങ്ങനെയാണ് ഇൻഡസ്ട്രിയലി പ്രിപ്പയർ ചെയ്ത് നോക്കാം. സോ മെത്തനോൾ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ 2 ആൾക്കാരേ ഉള്ളൂ. ഒന്ന് കാർബൺ മോണോക്സൈഡും ഒന്ന് ഹൈഡ്രജൻ. അപ്പൊ ഇവർ രണ്ടാളെയും നല്ല ഹൈ ടെമ്പറേച്ചറിലും അതുപോലെ ഹൈ പ്രഷറിലും ഹീറ്റ് ചെയ്യും. ഹീറ്റ് ചെയ്യും, ഡെഫിനറ്റ് ഹൈ ടെമ്പറേച്ചർ ഹീറ്റ് ആയിരിക്കുമല്ലോ. ഒരു കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാറ്റലിസ്റ്റിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ റിയാക്ഷൻ, നമ്മൾ കെമിക്കൽ ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ പഠിച്ചു. കാറ്റലിസ്റ്റ് എന്താണ്? റിയാക്ഷന്റെ സ്പീഡ് കൂട്ടുന്ന ആളാണ് കാറ്റലിസ്റ്റ്, അല്ലേ? അവർ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യോ? ഇല്ല. കാറ്റലിസ്റ്റ് എന്താണ്? കാറ്റലിസ്റ്റ് റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ റിയാക്ഷനിൽ അവരൊന്നും ചെയ്യില്ല. അവർ സൈഡ്, നമ്മൾ ഫുട്ബോളിന്റെ റഫറിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു, അല്ലേ? എന്താണ്? പുള്ളിക്കാരൻ കളിക്കുമെന്ന് വെച്ചാൽ ഇല്ല. ഫുട്ബോൾ കളിയിൽ പുള്ളിക്കാരൻ പാർട്ടിസിപ്പേറ്റ്, അതായത് കോച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. പക്ഷേ കോച്ചിന്റെ ആ ഒരു പ്രസൻസ്, കോച്ചിന്റെ ടാക്ടിക്സ്, അതെന്താണ്? അത് ആ മാച്ചിനെ മുന്നോട്ടേക്ക് ജയത്തിലേക്ക് നയിക്കുക. അതായത് അവർ ജയിക്കാനുള്ള സാധ്യത കൂട്ടുന്ന ഒരു കണ്ടന്റ് ആണ് എന്ത്? നമ്മുടെ കോച്ച് എന്നുള്ളത്. അപ്പൊ കോച്ച് എന്താണ്? കാറ്റലിസ്റ്റ് ഫോർ ദ വിക്ടറി ഓഫ് ദ പെർട്ടിക്കുലർ ടീം. ഓക്കെ, അതുപോലെ തന്നെ കാറ്റലിസ്റ്റ് എന്താണ്? റിയാക്ഷൻ റേറ്റ് കൂട്ടും, പക്ഷേ റിയാക്ഷനിൽ ഒരു തരത്തിൽ വേർപ്പെടും. ഇപ്പൊ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജൻ അവിടുന്ന് റിയാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കാറ്റലിസ്റ്റ് എന്ത് ചെയ്യും? ഓക്കെ, നിങ്ങളപ്പോൾ റിയാക്ഷൻ നടക്കാൻ പോകണം. കാറ്റലിസ്റ്റ് എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ ത്രഷോൾഡ് എനർജി, റിയാക്ഷൻ എനർജി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, അല്ലേ? ആക്ടിവേഷൻ എനർജി എന്നൊക്കെ പറഞ്ഞിട്ട് ത്രഷോൾഡ് എനർജി ഞാൻ പറഞ്ഞായിരുന്നു, കൈനറ്റിക് എനർജി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ കാറ്റലിസ്റ്റ് എന്താ? ഈ എനർജി കുറച്ചു കൊടുക്കും. ആദ്യം ഇവരോട് പറയുക, ഇത്ര എനർജി വേണം നിങ്ങൾ പാസ് ചെയ്യണമെന്ന് പറയും. കാറ്റലിസ്റ്റ് വന്നിട്ട് വേണ്ട, അത്രയൊന്നും വേണ്ട, നിങ്ങൾ ഇത്ര എനർജി ചെടുത്താൽ തന്നെ നിങ്ങൾക്ക് റിയാക്ഷൻ നടത്തി പോവാം, ഞാനത് സമ്മതിക്കും, നിങ്ങൾ ഇത് ഇത്ര എനർജി പാസ് ചെയ്യാമെന്ന് പറയും. അപ്പൊ അതാണ് കാറ്റലിസ്റ്റ്. അപ്പൊ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ കാർബൺ മോണോക്സൈഡ് CO, ഹൈഡ്രജൻ 2H2 combine to give CH3OH or മെത്തനോൾ. സോ മെത്തനോൾ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? മെത്തനോൾ ആൽക്കഹോൾ നോക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ മദ്യപിക്കുന്ന മദ്യമായിട്ട്, നമ്മൾ ബീവറേജസുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യരുത് കേട്ടോ. മെത്തനോളൊക്കെ ഹൈലി പോയിസണസ് ആണ്. അതൊരിക്കലും എന്താണ് ഈ മദ്യം അല്ലെങ്കിൽ ബീവറേജസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു ഡ്രിങ്ക്സിന് വേണ്ടി മെത്തനോൾ ഉപയോഗിക്കില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഹൈലി പോയിസണസ്. ആരും ഡ്രിങ്ക്സ് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി മെത്തനോൾ ഉപയോഗിക്കും. അതെപ്പോ? അത് നമുക്ക് കാണാം. അപ്പൊ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? പെയിന്റിന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ വാർണിഷ്, ഫോർമാലിൻ എന്നൊക്കെ പറയും. ഫോർമാലിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഈ മോർച്ചറിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. അതായത് അതായത് ശവശരീരങ്ങളോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഈ കോപ്സസ്, ജനറലി ഏതും ഒരു ഫിസിക്കൽ ബോഡി നമ്മളെ കേടാവാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഫോർമാലിൻ. ഒരു നല്ല വൃത്തികെട്ട സ്മെല്ലാണ് അതിന്റെ. ഓക്കെ, അതൊക്കെ നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ ആരെങ്കിലും ഈ മെഡിക്കൽ ഫീൽഡിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു അവസരമുണ്ട്. ഞാൻ അതിൽ പോയിട്ടില്ല, കാരണം ഇതിന്റെ സ്മെല്ലൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് പോയിട്ടേ ഇല്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ സ്മെല്ലും ഇഷ്ടമല്ല, ബ്ലഡും എനിക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ അത്ര നോക്കിയിട്ടില്ല. എനിവേ, ദാറ്റ്സ് അപ് ടു യു. ഓക്കെ, സോ പെയിൻസിലും വാർണിഷ് എവിടെയാണ്? പെയിന്റ് അടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം, അല്ലേ? വുഡിനൊക്കെ നമ്മളിങ്ങനെ വാർണിഷ് അടിച്ചെന്നൊക്കെ പറയും. അപ്പോൾ വാർണിഷ്, പെയിൻസ്, അതുപോലെ ഫോർമാലിൻ, ഇതിനൊക്കെ ഉപയോഗിക്കുന്ന ആരാണ്? മെത്തനോൾ. ഓക്കെ, അപ്പൊ മെത്തനോൾ അതൊക്കെ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇനി പ്രധാനപ്പെട്ട നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത് എഥനോളിന്റെ കാര്യമാണ്. അപ്പൊ എഥനോളിന്റെ യൂസസ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, എഥനോളിന്റെ മെയിൻ യൂസ് നിങ്ങൾ ഒന്നും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബിവറേജസിന്റെ കാര്യത്തിൽ. അതായത് ഈ ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന സാധനമാണ് എഥനോൾ. എഥനോളിന്റെ കണ്ടന്റ് കൂട്ടിയും കുറച്ചും വെച്ചിട്ടാണ് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ചില
ഈ കുടിക്കുന്ന സാധനങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് എഥനോളിന്റെ എമൗണ്ട് കൂടിയും കുറച്ചിട്ടൊക്കെ നമുക്ക് അതിന്റെ സ്ട്രെങ്ത് വേരി ചെയ്യാം ആൽക്കഹോളിക് ബിവറേജസിന്റെ. ഓക്കെ, പിന്നെ എവിടെ ഉപയോഗിക്കുക? സ്റ്റെറിലൈസേഷൻ, അതായത് നമ്മുടെ ഈ ഉപയോഗിച്ച സിറിഞ്ചുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാനും അതുപോലെ നമ്മളെ മുറിവ് ഉണങ്ങാൻ വേണ്ടി മുറിവൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് എഥനോൾ, സ്റ്റെറിലൈസേഷൻ ഓഫ് സിറിഞ്ചസ് ആൻഡ് വൂണ്ട്. പിന്നെ എവിടെ ഉപയോഗിക്കുന്നത്? അത് ആന്റി ഫ്രീസ് ആയിട്ട് ഉപയോഗിക്കുക. എന്തോ ആന്റി ഫ്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റേഡിയേറ്റർ തണുപ്പിക്കാൻ വേണ്ടി വെള്ളമൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മൾ എഞ്ചിന്റെ ഉള്ളിലുള്ള ഈ വാട്ടർ ചിലപ്പോൾ ആഡ് ചെയ്യും. എന്തിനാണ്? നമ്മൾ ഈ ഒരുപാട് ഹീറ്റ് ചെയ്യുന്ന കുറക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ വെള്ളം ആഡ് ചെയ്തത് ഓക്കെ, പക്ഷെ നമ്മൾ ഈ ക്ലൈമറ്റ്, അതായത് നമുക്ക് നോർമൽ ക്ലൈമറ്റിൽ ഓക്കെ, പക്ഷെ തണുത്ത കാലാവസ്ഥയിൽ പോകുമ്പോൾ ഈ വെള്ളം നമ്മുടെ എഞ്ചിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രീസ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ ഫ്രീസ് ആവാതിരിക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്നതാണ് ആന്റി ഫ്രീസ്. ആന്റി ഫ്രീസ് ചെയ്ത് എന്താണ്? അത് ഫ്രീസിങ് പോയിന്റ് കുറക്കും. അപ്പം വെള്ളം ജനറലി എപ്പോഴാണ് ഫ്രീസ് ആവുക? 0°C ഫ്രീസ് ആവും. പക്ഷെ ആന്റി ഫ്രീസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ കുറവായിരിക്കും. ഓക്കെ, 37°C താഴോട്ട്, അത് -37°C വരെ നിൽക്കുന്നതാണ് ആന്റി ഫ്രീസ് ക്ലെയിം ചെയ്യുന്നത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അതായത് നമുക്ക് അത്ര എഫക്റ്റ് ആയി തോന്നില്ല. പക്ഷേ ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസ്, അതായത് നോർത്തേൺ ക്ലൈമറ്റ്സിലുള്ള നോർത്തേൺ റീജിയനിലുള്ള യൂറോപ്യൻ കൺട്രീസിലും നമ്മൾ ഏതാണ് ഗ്രീൻലാൻഡ് അങ്ങോട്ടും ഐസ്ലാൻഡ് എന്നൊക്കെ പറയുന്ന പോലെ നോർത്തേൺ ക്ലൈമറ്റ് ഉള്ള റീജിയൻസിൽ, അതായത് ഒരുപാട് തണുപ്പ് അനുഭവപ്പെടുന്ന റീജിയൻസിൽ അവരുടെ വണ്ടികളിലൊക്കെ ആന്റി ഫ്രീസ് കൂടുതൽ ഉപയോഗിക്കും. നമ്മളിപ്പോൾ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ അങ്ങനെ തണുത്ത കാലാവസ്ഥയുള്ള സ്ഥലത്തും കൂടി ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് വണ്ടികളിലൊക്കെ ആന്റി ഫ്രീസ് ഉപയോഗിക്കുന്നുണ്ട്. കാരണം അത് ആവശ്യമാണ്. നമ്മളിപ്പോൾ ഒരു ഹയർ ആൾട്ടിറ്റ്യൂഡ് പോകുമ്പോഴൊക്കെ എഞ്ചിൻ ഇങ്ങനെ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിചാരിച്ചതുപോലെ വണ്ടി ഓടിക്കാൻ പറ്റില്ല, വളരെ പ്രശ്നങ്ങൾക്ക് കാരണം. അപ്പോൾ അതിനുവേണ്ടി ആന്റി ഫ്രീസ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്? ഫ്യൂവലായിട്ട് എഥനോൾ ഉപയോഗിക്കുന്നുണ്ട്. വേറെ പെട്രോളിൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ടൊക്കെ നമ്മൾ എഥനോൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ഓർഗാനിക് കമ്പൗണ്ട്സിന്റെ സിന്തസിസിന് നമ്മൾ എഥനോൾ ബൈ പ്രൊഡക്റ്റ്, ആദ്യത്തെ ബൈ പ്രൊഡക്റ്റ് അല്ല, റിയാക്ടന്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ എഥനോളിന്റെ കാര്യം പറഞ്ഞ പെയിന്റ് ആയിട്ടുണ്ട്, പ്രിസർവേറ്റീവ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എഥനോള്, ചിലപ്പോൾ സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ യൂസസ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരേപോലെയാണ്. നിങ്ങൾക്ക് ഓർഗാനിക് കമ്പൗണ്ട്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്, പെയിന്റ്സ് ആയിട്ട്, പ്രിസർവേറ്റീവ്, സോൾവെന്റ്, ഇതൊക്കെ ജനറൽ യൂസ് ആണ്. ഇപ്പോൾ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് എഥനോൾ ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ആന്റി ഫ്രീസ്, ബെവറേജസ്, സ്റ്റെറിലൈസേഷൻ ഓഫ് സിറിഞ്ചസ് ആൻഡ് വൂണ്ട്സ്. ഓക്കെ, ഫ്യൂവലായിട്ടും ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പ്രിസർവേറ്റീവ് ആയിട്ട് നമ്മൾ സോഡിയം ബെൻസോയേറ്റ് ഒക്കെ നമ്മൾ പറയുന്നുണ്ട് പ്രിസർവേറ്റീവ് വൈസ്, അതുപോലെ എഥനോൾ കൂടി പ്രിസർവേറ്റീവ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പെയിന്റിന്റെ മാനുഫാക്ചറിന് ഉപയോഗിക്കുന്നുണ്ട്, ഓർഗാനിക് കമ്പൗണ്ട്സ്, പല ഓർഗാനിക് കമ്പൗണ്ട്സ്. ഓക്കെ, ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇനി നമുക്ക് എഥനോൾ എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഈ പഞ്ചസാര ഉണ്ടാക്കുന്നത്? നമ്മൾ കരിമ്പ് അടിച്ചിട്ട് അതിൻ്റെ നിന്നാണ് പഞ്ചസാര, അതിൻ്റെ ഒരു സത്ത ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നാണ് നമ്മൾ പഞ്ചസാര ഊറ്റിയെടുക്കുന്നതെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ പഞ്ചസാര ഉണ്ടാക്കുമ്പോൾ ബാക്കി വരുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ഓക്കെ, അതിനാണ് മൊളാസസ് എന്ന് പറയാം. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഥനോൾ ഉണ്ടാക്കാൻ. നമ്മൾ ഈ വാറ്റുന്നതൊക്കെ പറയുന്ന ഐഡിയ ഇല്ലേ, ഏകദേശം അതുപോലത്തെ ഒരു കൺസെപ്റ്റാണ് നമ്മൾ പ്രിപ്പറേഷൻ ഓഫ് മെഥനോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താ വേണ്ടത്? മൊളാസസ് വേണം, ഈസ്റ്റ് വേണം. ഈസ്റ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മളിപ്പം ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നത് ഈസ്റ്റ്. അപ്പോൾ മൊളാസസ്, ഈസ്റ്റ് വേണം. അപ്പോൾ മൊളാസസ് എന്താണ്? കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് ഷുഗർ ഓർ മദർ ലിക്കർ, മാതൃദ്രാവകം എന്ന് പറയും, ലെഫ്റ്റ് ബിഹൈൻഡ് ആഫ്റ്റർ സെപ്പറേഷൻ ഓഫ് ഷുഗർ ക്രിസ്റ്റൽസ് ഡ്യൂറിങ് മാനുഫാക്ചർ ഷുഗർ. ഷുഗറിന്റെ, അതായത് പഞ്ചസാര തരികൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്കി ഉണ്ടാവുമല്ലോ, ആ ചണ്ടി എന്നൊക്കെ നമ്മൾ പറയും, കരിമീൻ ചണ്ടി എന്നൊക്കെ പറയുന്ന പോലെ, ആ ബാക്കി ഉണ്ടാകുന്ന പഞ്ചസാര അടങ്ങിയുള്ള ഒരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആവും. അതായത് മാതൃദ്രാവകം, അതായത് പഞ്ചസാര ഇതിൽ നിന്നാണ് വന്ന് അതിൽ നിന്നാണ് അത് ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു ലിക്വിഡ് ഉണ്ടല്ലോ, ആ ഒരു മിക്സർ ഉണ്ട്, അതിന്റെ ഒരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? മൊളാസസ് എന്ന് പറയും. കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് ഷുഗർ or mother liquor left behind after separation of sugar crystals during the manufacture of sugar. അതിനാണ് മൊളാസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൊളാസസ് എന്തിനു ഉപയോഗിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് മൊളാസസ് എന്ന് കണ്ട് നിങ്ങൾക്ക് ഉറപ്പിച്ചോ എഥനോളിന്റെ കാര്യത്തിൽ മാത്രമേ നിങ്ങൾ പഠിപ്പിക്കുന്നുള്ളൂ. പക്ഷെ അതിൽ നിന്ന് മാത്രമല്ലോ എഥനോൾ നമ്മൾ ഈ വാറ്റുന്നത്, ഞാൻ പറഞ്ഞപ്പോൾ വാറ്റ് നമ്മൾ പല സ്ഥലത്ത് നിന്ന് ആക്കുന്നുണ്ട് അല്ലേ. ബാർലി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മൾ റൈസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടപ്പിയൊക്കെ അല്ലെങ്കിൽ കപ്പ, അതിൽ നിന്നൊക്കെ എന്തുണ്ടാക്കുന്നുണ്ട്? എഥനോൾ ഉണ്ടാക്കാം. ഓക്കെ, അതായത് ജനറലി നമ്മൾ ആ വാറ്റെന്നുള്ള പ്രോസസ്സ് എന്ന് പറയാം, വാറ്റെന്ന് വെച്ചാൽ അത്ര നല്ലതാണെന്ന് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് എനിവേ ഇൻഡസ്ട്രിയലായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ മൊളാസസ് ആണ് ഉപയോഗിക്കാറ്. ബാക്കി ഡിപ്പെൻസ് ഓൺ അവൈലബിലിറ്റി, നമുക്ക് ബാർലി, റൈസ്, ടപ്പിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എഥനോളിനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു ഈസ്റ്റ് ഉണ്ട്. അപ്പം നമ്മുടെ ഷുഗർ, അതായത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് ഷുഗർ ഉണ്ട്, ഈസ്റ്റ് ഉണ്ട്. ഈസ്റ്റിൽ മെയിൻ ആയിട്ട് 2 എൻസൈംസ് ഉണ്ട്, ഇൻവേർട്ടേസ് എന്നും പറയുന്നതും സൈമേസ് എന്ന് പറയുന്നത്. ഏതൊക്കെ എൻസൈംസ് ആണ്? ഇൻവേർട്ടേസും സൈമേസും. ഇൻവേർട്ട് ചെയ്യാന്നുള്ള കാര്യത്തിൽ ഓർമ്മിച്ച ഇൻവേർട്ടേസ്, സൈമേസും ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻവേർട്ടേസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ഷുഗർ, അതായത് നമ്മൾ മദർ ലിക്കർ, അതായത് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് ഷുഗർ എടുത്തു. എന്താണ്? ഷുഗർ ക്രിസ്റ്റൽസിനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടിയിട്ടില്ല, കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ എടുത്തു. എന്നിട്ട് നമ്മൾ അതിലേക്ക് എന്ത് ആഡ് ചെയ്തു? ഈസ്റ്റ് ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് റിയാക്ഷൻ എന്താണ്? C12H22O11, അതാണ് സൂക്രോസ് എന്ന് നമ്മൾ ഷുഗർ എന്ന് പറയുന്നത്.
ഓക്കെ, ഇതിനെ നമ്മൾ ഈസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, അപ്പം വാട്ടറും ഉണ്ട്. അതിന് നമ്മൾ വാട്ടറിൽ വെച്ചിട്ട് ഈസ്റ്റുമായി റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടും. രണ്ടും ശ്രദ്ധിച്ചു, ഒന്നാണ് C6H12O6, C6H12O6. രണ്ടിന്റെയും സെയിം മോളിക്കുലർ ഫോർമുല, പക്ഷെ പേര് വ്യത്യാസം. അതിനർത്ഥം എന്താണ്? അതിന്റെ പ്രോപ്പർട്ടീസ് വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പൊ ഇവരെ നമുക്ക് എന്ത് വിളിക്കും? ഇവർ ഐസോമേഴ്സ് ആണോ? അതെ, ഇവർ ഐസോമേഴ്സ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ഐസോമേഴ്സ് എന്താണ്? സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചർ. അപ്പൊ ഇവർക്ക് സ്ട്രക്ചർ ആയിട്ടോ അവരെ സ്ട്രക്ചർ അല്ല, ഡിഫറെന്റ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് വരുമ്പോൾ പക്ഷേ സെയിം മോളിക്കുലർ ഫോർമുലയാണ് നമ്മൾ അതിൻ്റെ ഒരു ഐസോമേഴ്സ്. അപ്പൊ ഇവർ രണ്ടും ഐസോമേഴ്സ് ആണെന്ന് മനസ്സിലായല്ലോ. സെയിം മോളിക്കുലർ ഫോർമുല ഉണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞത് പഠിച്ചുമായിട്ടൊന്ന് കണക്ട് ചെയ്തു. അപ്പൊ ഇൻവേർട്ടേഴ്സ് ആണ്, ഇൻവേർട്ട് ചെയ്തു. അതാരാണ്? ഷുഗറിനെ അവർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ഗ്ലൂക്കോസും ഒരു ഫ്രക്ടോസും ആക്കി. എന്നിട്ട് ഈ ഗ്ലൂക്കോസോ ഫ്രക്ടോസോ സൈമേസ് എന്നൊരു എൻസൈമിന്റെ പ്രസൻസിൽ എത്തനോൾ ആയിട്ട് C2H5OH അല്ലെങ്കിൽ CH3CH2OH കൂടെ കാർബൺ ഡയോക്സൈഡ് ഗ്യാസും കൂടി റിലീസ് ചെയ്യും. അപ്പൊ എന്താ ചെയ്തത് മക്കളെ? നമ്മൾ ഷുഗർ എടുത്തു, അതായത് കോൺസെൻട്രേറ്റ് സൊല്യൂഷൻ ഓഫ് ഷുഗർ എടുത്തു, അതിൽ ഈസ്റ്റ് ആഡ് ചെയ്തപ്പം ഈസ്റ്റിലുള്ള ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം ഷുഗറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളും ഒരു ഫ്രക്ടോസ് മോളിക്യൂളും. അപ്പൊ ഇതിൽ ഈ C6H12O6 എന്ന് പറയുന്ന ഗ്ലൂക്കോസ് മോളിക്യൂളോ അല്ലെങ്കിൽ ഫ്രക്ടോസ് മോളിക്യൂളോ സൈമേസ് എന്നൊരു എൻസൈമിന്റെ പ്രസൻസിൽ അത് എത്തനോൾ അല്ലെങ്കിൽ C2H5OH അല്ലെങ്കിൽ CH3CH2OH മായി മാറും. കൂടെ നമുക്ക് ബൈ പ്രൊഡക്റ്റ് ആരെ കിട്ടും? അതിന്റെ കൂടെ തന്നെ ബബിൾ ആയിട്ട് ആര് പോവും? കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് പുറത്തു. സിമ്പിൾ ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ്. നിങ്ങൾക്ക് ആകെ പേര് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നുള്ളൂ. അപ്പം ഈ ഒരു പ്രിപ്പറേഷൻ ഇതുപോലെ തന്നെ പഠിക്കുവാണെങ്കിൽ നല്ലതാണ്. ഇൻവെർട്ടേസും സൈമേസും ഉള്ള എൻസൈമിന്റെ ഈസ്റ്റ്, എൻസൈം, ഇൻവെർട്ടേസ്, സൈമേസ്, അങ്ങനെ കുറച്ച് പേരുകൾ ഒരു കൺഫ്യൂസിംഗ് ഉള്ളൂ. പക്ഷേ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇത് ഭയങ്കരമായിട്ട് അങ്ങനെ ആലോചിച്ച് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടൊന്നും ഇരിക്കണ്ട. ഇവിടെ കൊടുത്ത സാധനം അതുപോലെ തന്നെ പഠിച്ചാൽ. ആദ്യം ഇൻവെർട്ടേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എൻസൈംസിന്റെ ഫംഗ്ഷൻ കാര്യം കൺഫ്യൂഷൻ വേണ്ട. ഇൻവെർട്ടേസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തെ കംപ്ലീറ്റ് മുറിച്ച് മാറ്റി ഇൻവേർട്ട് ചെയ്തിട്ട് അതിന്റെ തുടക്കത്തിൽ രണ്ട് ആൾക്കാർ കമ്പൈൻ ചെയ്തിട്ട് കുറെ ആൾക്കാർ കമ്പൈൻ ചെയ്തിട്ട് ഒരു സാധനം ഉണ്ടായി. ഇൻവേർട്ട് ചെയ്യുന്ന വെച്ചാൽ കമ്പൈൻ ചെയ്ത സാധനത്തെ നമ്മൾ നേരെ തിരിച്ചിട്ട് മറിച്ചിട്ട് ഇൻവേർട്ട് ചെയ്തിട്ട് അതിന് തുടക്കത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തിച്ച് അതാ ചെയ്തത്. ഷുഗർ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളും ഒരു ഫ്രക്ടോസ് മോളിക്യൂളും ഉണ്ടായി. ഓക്കെ, എന്നിട്ട് കിട്ടിയ സാധനമുള്ളൂ C6H12O6 ഗ്ലൂക്കോസോ ഫ്രക്ടോസോ, അതിനെയാണ് എഥനോൾ ആക്കി മാറ്റുന്നത്. അല്ലാണ്ട് നമ്മൾ ഷുഗറിനെ നേരെ നമുക്ക് എഥനോൾ ആക്കാൻ പറ്റില്ല. അതിന് ആദ്യം ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കിയിട്ട് ആ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആണ് സൈമേസിന്റെ പ്രസൻസിൽ എഥനോളും കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറുന്നത്. ഓക്കെ ആയല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് എഥനോൾ വളരെ ടൈപ്പ്. ഇപ്പം കിട്ടുന്ന എഥനോൾ എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കിട്ടുമല്ലോ, ഈ പ്രോസസ്സെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന എഥനോൾ എന്ന് വെച്ചാൽ ഒരു 8 to 10% സ്ട്രോങ് ആണ്. അത് കംപ്ലീറ്റ്ലി 100% സ്ട്രോങ് ആണെന്നും പറയാൻ പറ്റില്ല. 8 to 10%, കാരണം ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉള്ളതാണ്. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ പറയുന്നതാണ് വാഷ് എന്ന് പറയും. ഇപ്പൊ കിട്ടിയല്ലോ, ഇപ്പം നമുക്ക് ഈ ഒരു എന്താണ് ഈസ്റ്റ് മൊളാസ് ഒക്കെ ആഡ് ചെയ്തിട്ട് അവസാനം നമുക്ക് ഈ ഗ്ലൂക്കോസും ഫ്രക്ടോസും സൈമേസും ഉപയോഗിച്ചിട്ട് നമുക്ക് എഥനോൾ കിട്ടിയല്ലോ. ഈ എഥനോളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാഷ്. കഴുകി വന്നേന്ന് ഓർമ്മിച്ചു പോയി, നമ്മൾ കരിമീൻ ചെണ്ട് കഴുകിയിട്ട് ലാസ്റ്റ് കിട്ടിയല്ലേ, അപ്പം വാഷ് നമുക്ക് ഓർമ്മിച്ചാൽ മതി. അത് 8 to 10. ഇത് ഈ ഒരു സാധനം, ഈ ഒരു സ്ലൈഡിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ടേബിൾ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ടേബിൾ നിങ്ങൾക്ക് വാഷ് എന്ന് കൊടുത്തു അതിന്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ ഓൾറെഡി ഒരുപാട് ഇമ്പോർട്ടൻ്റ് കാര്യം ഉള്ളതുകൊണ്ട് ഇത് വരാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യത ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കമ്പയർ ടു ബാക്കി നമ്മൾ റിയാക്ഷൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര സാധ്യതയില്ല. അപ്പൊ നിങ്ങൾ പഠിക്കുമ്പം റിയാക്ഷൻസും കാര്യങ്ങൾക്ക് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തിട്ട് അതിനുശേഷം ഈ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം എഥനോളിന്റെ റിയാക്ഷൻ ഇതിൽ ഏതൊക്കെ ടൈപ്പാണ് നിങ്ങൾ അറിഞ്ഞു വെച്ചാൽ മതി. വാഷ് എന്താണ്? വാഷിന് സ്ട്രെങ്ത് കുറവാണ്, 8 to 10%. പിന്നെ അടുത്തത് റെക്ടിഫൈഡ് സ്പിരിറ്റ്, വാഷ് കുറച്ചും കൂടി എന്തായി കോൺസെൻട്രേറ്റഡ് ആക്കി. അപ്പൊ എന്തുണ്ടായില്ല, 95.6% സ്ട്രോങ്. അപ്പൊ പെർസെൻറ്റേജ് കൊടുത്ത എന്താ അർത്ഥം? മാസ് പെർസെൻറ്റേജ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ 95.6% എഥനോൾ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇപ്പൊ എഥനോൾ ഏത് സോളം നമ്മൾ വാട്ടറിലല്ലേ അത് ആഡ് ചെയ്തിട്ടുണ്ടാക്കിയേ. അപ്പോൾ എടുക്കണം 95.6 ഗ്രാം എഥനോൾ ഉണ്ടാവും. എത്ര ഗ്രാമിൽ? 100 ഗ്രാം വാട്ടർ എടുത്താൽ അതിൽ 95.6 ഗ്രാം എഥനോൾ. ഇത് മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 8-ലാണോ 9-ലാണോ എനിക്ക് ഓർമ്മയില്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ കോൺസെൻട്രേഷൻ, സൊല്യൂഷൻ ആൻഡ് ഇറ്റ്സ് ടൈപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? 8ാം ക്ലാസ്സിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ പഠിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നുള്ളത് വേറെ കാര്യം, പക്ഷെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആ സമയത്ത് മാസ് പെർസെൻറ്റേജ് എന്ന ഐഡിയ പറഞ്ഞു. ഇപ്പം മാസ് പെർസെൻറ്റേജ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടാവും, മിക്കവാറും അങ്ങനെയാണ് കൊടുക്കാറ്. അപ്പൊ 95.6% സ്ട്രോങ് ആയിട്ടുള്ള റെക്ടിഫൈഡ് സ്പിരിറ്റ്. ഇനി വേറെ ടൈപ്പ് സ്പിരിറ്റ് ഉണ്ട്. എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ രണ്ടെണ്ണം ഓർമ്മയുണ്ടോ? വുഡ് സ്പിരിറ്റ് എന്താണ്? വുഡ് സ്പിരിറ്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറഞ്ഞു? മെത്തനോൾ ആണെന്നും ഗ്രേപ്പ് സ്പിരിറ്റ് ആരാണെന്ന് പറഞ്ഞു? എഥനോൾ ആണെന്നും പറഞ്ഞു. ഓക്കെ, അത് ഓർമ്മയുണ്ടല്ലോ, അത് ഓർമ്മിച്ച് വെച്ചാൽ മതി. അപ്പൊ ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് എന്താണ്? റെക്ടിഫൈഡ് സ്പിരിറ്റ് കണ്ടു 95.6% സ്ട്രോങ് ആണ്, കോൺസെൻട്രേറ്റഡ് ആണ്. ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ എഥനോൾ എന്ന് പറഞ്ഞ സാധനം ഇല്ലേ, ചില ആൾക്കാർക്ക് ഈ കള്ള് കുടിച്ച് പ്രാന്തായി എന്ന് പറയുന്നില്ലേ, നിങ്ങൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ നമ്മുടെ കെമിസ്ട്രി ലാബിലൊക്കെ പോയിട്ട് എഥനോളൊക്കെ നേരെ അങ്ങ് കമത്തുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും കമത്തുന്ന സാധനമൊന്നുമല്ല. നമുക്ക് ആ റോ ഫോമിൽ അത് കുടിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. കുടിച്ചാൽ നമുക്കത് ഹാംഫുൾ എഫക്റ്റ് ഉണ്ടാക്കുക.
മാത്രമല്ല ഈ ഭ്രാന്തന്മാരുടെ ഈ കുടി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ചിലപ്പം ഈ കുടിക്കാതിരിക്കാൻ വേണ്ടി പോയിസണസ് ആയിട്ടുള്ള ചിലപ്പോൾ സബ്സ്റ്റൻസ് നമ്മൾ ആഡ് ചെയ്യും. എങ്ങോട്ടേക്ക്? നമ്മൾ എഥനോളിലോട്ട് ആഡ് ചെയ്യും. അപ്പൊ നമുക്ക് എഥനോൾ കുടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ്? എഥനോൾ പോയിസണസ് ആയി. നമുക്ക് ഓൾറെഡി എഥനോൾ അത്ര നല്ലതല്ല. അപ്പം എന്നിട്ടും ആൾക്കാർ കുടിക്കുന്നുണ്ടെങ്കിൽ ആ കുടിക്കുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിസണസ് സബ്സ്റ്റൻസ് ആഡ് ചെയ്യുക. നിങ്ങൾ നമ്മളെ ഒരു ഈ മദ്യ ദുരന്തം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. കേരളത്തിൽ ഒരു 1, 2, 3 പ്രാവശ്യം നടന്നിട്ടില്ല മദ്യ ദുരന്തം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ മരിച്ചുപോയ കേസാണ്. അപ്പൊ ആ കേസിൽ എന്താ നടന്നത്? ജനറലി നമ്മൾ ഈ കള്ള് എന്ന് പറയുമ്പോൾ അതിന് എഥനോൾ കണ്ടന്റ് ഉണ്ടാവും. പക്ഷേ കുറച്ചുകൂടി കിക്ക് കിട്ടണം, കുറച്ചും കൂടി ആ ഒരു എഫക്ട് കിട്ടാൻ വേണ്ടി ആൾക്കാർ എന്ത് ചെയ്യും? കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള മെഥനോൾ അതിൽ ആഡ് ചെയ്യും. ഈ മെഥനോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നുമക്കളെ അത് ഒരിക്കലും നല്ലതല്ല. നമ്മുടെ ശരീരത്തിന് വളരെ പോയിസണസ് ആയിട്ടുള്ള സാധനമാണ് മെഥനോൾ. അപ്പൊ അതുകൂടി ആഡ് ചെയ്ത് എഥനോളിന്റെ ഗുണം പോകും, അത് മൊത്തത്തിൽ പോയിസണസ് ആവും. അത് കുടിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മരണം സംഭവിച്ചു. അങ്ങനെയാണ് ആ ദുരന്തങ്ങളൊക്കെ സംഭവിച്ചതെന്നാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ആഡ് ചെയ്യുന്നില്ല, ഈ പോയിസണസ് സബ്സ്റ്റൻസ് ആഡ് ചെയ്തിട്ടുള്ള എഥനോൾ നമ്മൾ പറയാം ഡീനേച്ചേർഡ് സ്പിരിറ്റ്. അതായത് അതിന്റെ നേച്ചർ കളഞ്ഞു. എഥനോൾ എന്നുള്ള ആ നേച്ചർ അതിനെ ഡീനേച്ചേർഡ് ആക്കി. അതാണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഇനി മെഥനോൾ ആണ് നമ്മൾ എഥനോൾ ആഡ് ചെയ്ത് നമ്മൾ അതിന് പറയും മെഥിലേറ്റഡ് സ്പിരിറ്റ്. ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ കേസ് പറഞ്ഞു, അതിന് മെഥിലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയും. നമ്മൾ ആഡ് ചെയ്ത ഈ പോയിസണസ് സബ്സ്റ്റൻസ് മെഥനോൾ ആണെങ്കിൽ മെഥനോൾ ആഡ് ചെയ്ത് നമ്മൾ അതിന് വിളിക്കും മെഥിലേറ്റഡ് സ്പിരിറ്റ് എന്ന് വിളിക്കും. ഓക്കെ. പിന്നെ വേറൊരു അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് പറയുന്നത്, അത് കട്ട സ്ട്രോങ് ആണ്. 99% സ്ട്രോങ്. നമ്മൾ ഈ ലാബുകളിലൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കുന്ന ഈ അബ്സല്യൂട്ട് ആൽക്കഹോൾ ആണ്. വളരെ ഹൈലി സ്ട്രോങ് ആയിട്ടുള്ള എഥനോൾ ആയിരിക്കും. അതാണ് 99% സ്ട്രോങ് ആയിട്ടുള്ള അബ്സല്യൂട്ട് ആൽക്കഹോൾ. പിന്നെ നമ്മൾ പറഞ്ഞു എഥനോൾ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നു. എങ്ങനെയാണ് ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്? ആ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്ന എഥനോളിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പവർ ആൽക്കഹോൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? നമ്മൾ ഈ അബ്സല്യൂട്ട് എഥനോൾ എന്ന് പറഞ്ഞല്ലോ, അബ്സല്യൂട്ട് ആൽക്കഹോൾ പറഞ്ഞല്ലോ, ഈ അബ്സല്യൂട്ട് ആൽക്കഹോൾ എടുത്തിട്ട് അതിന് പെട്രോളായിട്ട് മിക്സ് ആക്കി നമുക്ക് എന്ത് കിട്ടും? പവർ ആൽക്കഹോൾ കിട്ടും. ഓക്കെ. അപ്പൊ നമ്മൾ 5 ടൈപ്പ് പഠിച്ചേ. 5 ടൈപ്പിൽ ഒന്നിന് ഒരു സബായിട്ട് മെഥിലേറ്റഡ് സ്പിരിറ്റ് പഠിച്ചു. പക്ഷെ ആ ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വാഷ് പഠിച്ചു, റെക്ടിഫൈഡ് സ്പിരിറ്റ് പഠിച്ചു, നമ്മൾ മെഥിലേറ്റഡ് ഡീനാച്ചേർഡ് സ്പിരിറ്റ് എന്താണെന്ന് പഠിച്ചു, പിന്നെ എന്ത് പഠിച്ചു? അബ്സല്യൂട്ട് ആൽക്കഹോൾ പഠിച്ചു, പവർ ആൽക്കഹോൾ പഠിച്ചു. എല്ലാം നല്ല ക്ലിയർ ആണല്ലോ. ഓക്കെ. ഇത് ആ പേര് വെച്ചിട്ട് നിങ്ങൾ പഠിച്ച നേച്ചർ പോയി. ഓക്കെ. റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് വെച്ചാൽ എന്താണ്? അതിലുള്ള മിസ്റ്റേക്കുകളൊക്കെ ഒഴിവാക്കി റെക്ടിഫൈ ചെയ്യാന്ന്, നമ്മൾ മിസ്റ്റേക്കുകൾ റെക്ടിഫൈ ചെയ്യാന്നൊക്കെ പറയും. അപ്പൊ എന്താണ്? നമുക്ക് കിട്ടിയ വാഷ് എന്ന് വെച്ചാൽ ഫുൾ ക്ലീൻ അല്ല, ആൾ ഇച്ചിരി പെശക, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ പുള്ളിക്കാരൻ്റെ ആ പ്രശ്നങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്തിട്ട് നമ്മളൊരു സ്പിരിറ്റ് ഉണ്ടാക്കി, അതെന്താണ്? റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയും. ഓക്കെ. ഡീനേച്ചേർഡ് സ്പിരിറ്റ്, അതിന്റെ നേച്ചർ മൊത്തത്തിൽ കളഞ്ഞ് ഡീനേച്ചേർഡ് സ്പിരിറ്റ് ആയി. അന്ന് നേച്ചർ കളയണത് നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ആവശ്യമില്ലാത്ത പോയിസണസ് ആയിട്ടുള്ള സാധനം ആഡ് ചെയ്തിട്ട് നേച്ചറും കളഞ്ഞു, ഡീനേച്ചേർഡ് സ്പിരിറ്റ് ആയി. ഈ പോയിസൺ ആഡ് ചെയ്യുന്ന മെഥനോൾ ആണെങ്കിൽ നമ്മൾ അതിന് മെത്ത് എന്ന് വെച്ചാൽ മെത്ത് പേര് വെച്ചിട്ട് നമുക്ക് ഓർമ്മിക്കാമല്ലോ, മെഥിലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയും. ഇനി പോട്ടെ, കിട്ടിയ സാധനം പക്ക അടിപൊളി എഥനോളാ, 99% സ്ട്രോങ്. അപ്പൊ നമ്മൾ എന്ത് വിളിക്കും അതിനെ? അബ്സല്യൂട്ട്ലി പ്യൂർ എന്നൊക്കെ നമ്മൾ പറയില്ല. അബ്സല്യൂട്ട്ലി പ്യൂർ, ആ പൊളി 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 സാധനം, അബ്സല്യൂട്ട്ലി പ്യൂർ, അതാണ് അബ്സല്യൂട്ട് ആൽക്കഹോൾ. ഇനി പോട്ടെ, ആൽക്കഹോൾ ഇത്രയൊന്നും പോരാ, കുറച്ചുകൂടി ഒരു തീ പാറണം, കുറച്ചുകൂടി പവർ വരട്ടെ എന്ന് പറയില്ലേ? അപ്പൊ എന്ത് ചെയ്യും? പവർ വരാൻ വേണ്ടി എന്തെങ്കിലും കത്തുന്ന ഒരു സാധനത്തിനൊപ്പം ആഡ് ചെയ്യും. ആരാ കത്തുന്ന ആള്? പെട്രോളിന്റെ കൂടെ ആഡ് ചെയ്ത് നല്ല പവറേഷ് ആവും. അപ്പൊ പവർഫുൾ ആവും. കുറച്ചുകൂടി പവർഫുൾ പീപ്പിൾ കം ഫ്രം പവർഫുൾ പ്ലേസസ് എന്നല്ലേ? അപ്പൊ എഥനോൾ എന്ത് ചെയ്യും? കുറച്ചുകൂടി പവർഫുൾ ആവും. അപ്പൊ എന്താവും? അതിന് നമ്മൾ പവർ ആൽക്കഹോൾ എന്ന് വിളിക്കും. പഠിച്ചല്ലോ. ആദ്യം കരിമ്പ് കഴുകി വാഷ് ചെയ്തു വന്നപ്പോൾ വാഷ് വന്നു, അവരെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി. അപ്പൊ റെക്ടിഫൈഡ് സ്പിരിറ്റ് കിട്ടി. ഇനി അതിന്റെ നേച്ചർ കംപ്ലീറ്റ് ഒഴിവാക്കി. എങ്ങനെ നേച്ചർ ഒഴിവാക്കി? പോയിസൺ ആഡ് ചെയ്ത് നേച്ചർ ഒഴിവാക്കി, അതിന് ഡീനേച്ചർഡ് സ്പിരിറ്റ് എന്ന് വിളിക്കും. ഇനി പോയിസൺ ആഡ് ചെയ്ത മിഥനോൾ ആണെങ്കിൽ മെഥിലേറ്റഡ് സ്പിരിറ്റ് എന്ന് വിളിക്കും. ഇനി പക്ക പോളി സൂപ്പർ സാധനമാണ്, 99% സ്ട്രോങ് ആണെങ്കിൽ എന്ത് പറയും? അബ്സല്യൂട്ട്ലി പ്യൂർ, അബ്സല്യൂട്ട് ആൽക്കഹോൾ എന്ന് വിളിക്കും. കുറച്ച് പവർ കൂട്ടാൻ വേണ്ടി നമ്മൾ പെട്രോൾ ആഡ് ചെയ്ത് അപ്പം എന്ത് ചെയ്യും? പവർ ആൽക്കഹോൾ. ക്ലിയർ ആയല്ലോ? അതിന് നമ്മൾ പഠിച്ച ക്ലൂവും ട്രിക്കൊക്കെ ഈസി ആണല്ലോ. ഓക്കെ. അപ്പൊ നമ്മൾ അതായത് ആൽക്കഹോൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇനി രണ്ടാമത്തെ കാറ്റഗറി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാർബോക്സിലിക് ആസിഡാണ്. കാർബോക്സിലിക് ആസിഡിനെ പറ്റി നിങ്ങൾ പഠിച്ചു. എന്താണ്? COOH ഫംഗ്ഷണൽ ഗ്രൂപ്പ്. COH എന്ന് വെച്ചാൽ എങ്ങനെ നമ്മൾ എഴുതുക? C≡OH. ഇതാണ് COOH ഗ്രൂപ്പ് ഉള്ളതിനാണ് നമ്മൾ പറയുക കാർബോക്സിലിക് ആസിഡ്. ഞാൻ പറഞ്ഞു മിനറൽ ആസിഡ്സ് ആണ് നമ്മൾ ഈ പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ്, അല്ലെങ്കിൽ നൈട്രിക് ആസിഡ്, അല്ലെങ്കിൽ എന്താണ് സൾഫ്യൂരിക് ആസിഡ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ മിനറൽ ആസിഡ്, അതൊന്നും ഓർഗാനിക് കമ്പൗണ്ട്സ് അല്ല, മിനറൽ ആസിഡ്സ് ആണ്. അപ്പൊ നമ്മളെ സാധാരണ നിത്യജീവിതത്തിൽ കാണുന്ന ആസിഡ്സ് ഒക്കെ ആരാണ്? അതാണ് കാർബോക്സിലിക് ആസിഡ്സ് ആണ്. ഉദാഹരണത്തിന് ഇവിടെ എന്തുണ്ട്? ലെമൺ, അതായത് നാരങ്ങ നമ്മൾ നാരങ്ങ കൊടുത്തിട്ടുണ്ട്. നാരങ്ങയിലുള്ള ആസിഡ് ഏതാണ്? അതാണ് സിട്രിക് ആസിഡ്. അതിന്റെ ഫോർമുല നിങ്ങൾ പഠിക്കണ്ട, പേര് പഠിച്ചു വെച്ചാൽ ജസ്റ്റ് ഓർമ്മിക്കാൻ വേണ്ടിയാണ് സിട്രിക് ആസിഡ്. അതുപോലെ നമ്മൾ തക്കാളിയിലുള്ള ഒരു ആസിഡ് ആണ് എന്ത്? ഓക്സാലിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ. ഇങ്ങനെ നോക്കി നമ്മൾ പുളി എന്ന് പറഞ്ഞ സാധനമില്ല, പുളി എന്ന് കേൾക്കുമ്പോൾ തന്നെ നാവിൽ വെള്ളം ഊറുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റക്കല്ല, ഞാനുണ്ട്, എൻ്റെയും നാവിൽ വെള്ളം ഊറുന്നുണ്ട്. ഓക്കെ. അപ്പൊ പുളിയിലുള്ള ആസിഡ് എന്താണ്? ടാർട്ടാറിക് ആസിഡ് എന്ന് പറയും. ഓക്കെ. ടർമറിക്കിലുണ്ട് അല്ലേ, ടർമറിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ആസിഡ്, നമ്മൾ ആസിഡ് നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന എല്ലാ ആസിഡും എന്താണ്? കാർബോക്സിലിക് ആസിഡുകളാണ്. ഓക്കെ. അതുപോലെ നമ്മൾ ഈ ഫാറ്റ് എന്നൊക്കെ പറയുന്നില്ല, ജനറലി
ഫാറ്റ്, ഓയിൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്? അതൊക്കെ ഒരു തരത്തിൽ കാർബോക്സിലിക് ആസിഡ് കണ്ടെയ്ൻ ചെയ്യില്ല. അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഒരു ക്ലൂ ആയിട്ട് ചുമ്മാ രഹസ്യമായിട്ട് അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ കാർബോക്സിലിക് ആസിഡ്സിനെ പറ്റി നമ്മൾ പഠിക്കാൻ പോകുന്നത്, നമ്മൾ പഠിച്ച തന്നെ കാര്യം ജസ്റ്റ് നിങ്ങളൊന്ന് ഓർപ്പിക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. 3 ആൾക്കാർ ഞാൻ കൊടുത്തു, 1 കാർബൺ, 2 കാർബൺ, 3 കാർബൺ. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഫോർമുലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. സ്ട്രക്ചറൽ ഫോർമുല എഴുതിയിട്ടുണ്ട്. കണ്ടൻസ്ഡ് ഫോർമുല ഇതാണ്. മോളിക്കുലർ ഫോർമുല പഠിക്കേണ്ടത് ഇത് ഇങ്ങനെ തന്നെ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, കാരണം മോളിക്കുലർ ഫോർമുല കിട്ടി കഴിഞ്ഞാൽ ഇത് കാർബോക്സിലിക് ആസിഡ് ആണോ അല്ലയോ എന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. CHO2 എന്ന് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർബോക്സിലിക് ആസിഡ് ആണെന്ന് മനസ്സിലാവോ? ഇല്ല. അപ്പോൾ ബെറ്റർ എന്ന് വെച്ചാൽ കണ്ടൻസ്ഡ് ഫോർമുല എഴുതുന്നതാണ്. കണ്ടൻസ്ഡ് ഫോർമുല ഇതാണ്. അതിന്റെ സ്ട്രക്ചറൽ ഫോർമുല ഞാൻ പറഞ്ഞു, C ഡബിൾ ബോണ്ട് OH എന്നാണ്. പേരെന്താണ്? ഒറ്റ കാർബൺ. അപ്പോൾ എന്താണ്? മെഥാൻ ഓയിക് ആസിഡ്. മെഥനോയിക് ആസിഡ് ആണ്. പക്ഷേ കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്നത് എന്താണ്? ഫോമിക് ആസിഡ് എന്ന് വിളിക്കും. എവിടെയാണ് കണ്ടത്? നമ്മളെ ഉറുമ്പില്ലേ, ആൻസിൽ കാണുന്ന ആസിഡാണ്, ഉറുമ്പുകളിൽ കാണുന്ന ആസിഡാണ് ഫോമിക് ആസിഡ് എന്ന് വിളിക്കുന്നത്. മെഥനോയിക് ആസിഡ് ആണ്. അതിന്റെ IUPAC-നെയും കോമൺ ആയിട്ട് ഫോമിക് ആസിഡ് വിളിക്കും. പിന്നെ CH3COOH നമ്മൾ ജനറലി അസറ്റിക് ആസിഡോ വിനെഗർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന കോമൺ പേരാണ് അസറ്റിക് ആസിഡ്. അതിന്റെ IUPAC-ന് 2 കാർബൺ ഉള്ളതുകൊണ്ട് എത്താൻ ഓയിക് ആസിഡ്. അപ്പൊ എത്തനോയിക് ആസിഡ്. പിന്നെ എന്താണ്? 3 കാർബൺ ഉണ്ടാകും. അതിനെ പ്രൊപ്പനോയിക് ആസിഡ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ പ്രൊപ്പിയോണിക് ആസിഡ് എന്നും കൂടി വിളിക്കും. അത് കോമൺ നെയിമാണ്. പ്രൊപ്പനോയിക് ആസിഡ്, പ്രൊപ്പാൻ ഓയിക് ആസിഡ്. പക്ഷെ അതിന് കോമൺ ആയിട്ട് പ്രൊപ്പിയോണിക് ആസിഡ് എന്നും കൂടി വിളിക്കുന്നു. ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഫാറ്റി ആസിഡ്സിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഫാറ്റി ആസിഡ്സ് എന്താണ്? ഫാറ്റി ആസിഡ് നമ്മുടെ ബോഡിയിലും മറ്റു ചില ഫുഡ് പദാർത്ഥങ്ങളൊക്കെ കാണുന്നതാണ് ഫാറ്റി ആസിഡ്. ഫാറ്റി ആസിഡിന്റെ പ്രത്യേകത ഒന്നേ ഉള്ളൂ, ഒരുപാട് കാർബൺ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ കണ്ടെത്ര 1 കാർബൺ, 2 കാർബൺ, 3 കാർബൺ. ഫാറ്റി ആസിഡിൽ 20, 30 ഒക്കെ കാർബൺസ് ഇഷ്ടംപോലെ അടങ്ങിയ വലിയ ചെയിനാണ്. അപ്പൊ അതിനാണ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇനിയിപ്പോൾ ഫാറ്റി ആസിഡ് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ വേണ്ട, അതും കാർബോക്സിലിക് ആസിഡ് ആണ്, അല്ലാണ്ട് മിനറൽ ആസിഡ്സ് അല്ല. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരൊറ്റ കാർബോക്സിലിക് ആസിഡ് ഉള്ളൂ, എത്തനോയിക് ആസിഡ് അഥവാ അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ വിനെഗർ. അത് ഉണ്ടാക്കുന്ന കാര്യം ഒന്നുമില്ല. മെത്തനോളിൽ നമ്മൾ കാർബൺ മോണോക്സൈഡിന്റെ പ്രസൻസിൽ, ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു എത്തനോയിക് ആസിഡ് അല്ലെങ്കിൽ അസറ്റിക് ആസിഡ് നമുക്ക് കിട്ടും. ഓക്കെ, നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന വിനെഗർ എന്ന് പറഞ്ഞ സാധനം പാചകത്തിനും മറ്റു കാര്യത്തിനും അച്ചാർ ഉണ്ടാക്കാനും അതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതല്ലാതെ എഥനോയിക് ആസിഡ് എന്തിനു ഉപയോഗിക്കുന്നത്? റയോൺ എന്ന് വെച്ചാൽ ഒരു ആർട്ടിഫിഷ്യൽ ത്രെഡ് ആണ്, ഒരു നൂല് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. റയോണിന്റെ ഡ്രസ്സ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. റയോണിന്റെ മാനുഫാക്ചർ ഉപയോഗിക്കുന്നുണ്ട്, റബ്ബറിന്റെ സിൽക്ക് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്നുണ്ട്, വിനെഗറിന്റെ മാനുഫാക്ചർ ഉപയോഗിക്കുന്നത്. കാരണം വിനെഗർ എന്ന് പറയുമ്പോൾ അസറ്റിക് ആസിഡ് ആണ് ശരി, പക്ഷേ ചിലപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കാനും കാര്യത്തിനും വേണ്ടിയിട്ടൊക്കെ അത് കുറച്ചൊന്നുകൂടി പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ അസറ്റിക് ആസിഡ് അഥവാ എഥനോയിക് ആസിഡിന്റെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആൽക്കഹോളിൽ പറഞ്ഞ പെയിന്റും ഗ്ലൂ ഒക്കെ മാനുഫാക്ചർ ഉപയോഗിക്കുന്നുണ്ട്. യൂസസ് ഒക്കെ പിന്നെ എനിക്ക് ഷോർട്ട് കട്ട് ആയിട്ട് പറയാൻ അറിയില്ല. ഓക്കെ, അത് നിങ്ങൾ അതുപോലെ തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരുപാട് യൂസസ് ഉണ്ട്. എല്ലാം പഠിച്ചപ്പോൾ എന്നോട് പേഴ്സണലി ചോദിക്കാം, നിങ്ങൾ പരീക്ഷേന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് യൂസസ് പഠിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ നോക്കിയാൽ മതി എല്ലാ ഓർഗാനിക് കമ്പൗണ്ട്സ് എങ്ങനെ ഓർമ്മിക്കാൻ പറ്റുമോ നോക്കുക. എന്താണ് നമ്മൾ ഇതുവരെ പഠിച്ച ആൽക്കഹോൾസ് ആയിക്കോട്ടെ, കാർബോക്സിലേറ്റ്, എഥനോയിക് ആസിഡ് എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? എന്തായാലും പെയിന്റിന്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. കണ്ടോ, പെയിന്റിന്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എഥനോയിക് ആസിഡും എഥനോളിന്റെ കുറച്ച് കാര്യം ഞാൻ പറഞ്ഞു, ആന്റി ഫ്രീസ് പറഞ്ഞിട്ടുണ്ട്, സ്റ്റെറിലൈസേഷൻ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഫ്യൂവലായിട്ട് ഉപയോഗിക്കും, പവർ ആൽക്കഹോളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതെങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്തിട്ട് ഓർമ്മിച്ച് നോക്കാൻ ശ്രമിക്കുക. എഥനോയിക് ആസിഡ് എന്ന റയോണിനും റബ്ബർ സിൽക്ക്, അത് നൂൽ മാനുഫാക്ചറിന്റെ കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. കണ്ടോ, റയോൺ എന്ന് വെച്ചാൽ നൂലാണ്, റബ്ബർ എന്ന് വെച്ചാൽ കുറച്ച് വ്യത്യാസം പറ്റും. സിൽക്ക് ഇൻഡസ്ട്രി അറിയാലോ, നൂലും നമ്മുടെ വസ്ത്രങ്ങൾ ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ റയോൺ സിൽക്ക് ഇൻഡസ്ട്രിയിൽ നിങ്ങൾക്ക് അങ്ങനെ ഓർമ്മിക്കാലോ. ഓക്കെ, പെയിന്റിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, എല്ലാമായിട്ട് റിലേറ്റഡ് ആണ്. സോ എഥനോയിക് ആസിഡിന്റെ അത്രയ്ക്കാണ് കാര്യം. ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാണ് എസ്റ്റേഴ്സ്. എസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ആദ്യം വരേണ്ടത് എന്താണോ? മണം അഥവാ സ്മെൽ അല്ലെങ്കിൽ ഓർഡർ. മണമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പൗണ്ട്, ഒരു ഓർഗാനിക് കമ്പൗണ്ട് ആണ് എസ്റ്റേഴ്സ്. അപ്പൊ എങ്ങനെ മനമായിട്ട് അത് ഇപ്പം നമ്മളെന്താ പറയാ, നമ്മുടെ പെർഫ്യൂംസ്, ഈ സോപ്പിന്റെ മണം, അല്ലെങ്കിൽ നമ്മുടെ അത്തറിന്റെ മണം, പൂക്കളുടെ മണം, ചില എന്താ പറയണ്ടേ ചുറ്റും ഇങ്ങനെ നടക്കുമ്പം ചില ജീവികൾക്ക് ഒരു പ്രത്യേക മണം ഉണ്ടാവും. ഈ പ്രത്യേക മണമല്ല, പ്ലസന്റ് ആയിട്ടുള്ള സ്മെല്ല് നമ്മൾ പറയുന്നില്ലേ, അതുപോലെ നല്ല മുല്ലപ്പൂവിന്റെ മണം. ആഹാ, ഇപ്പൊ സോപ്പൊക്കെ പറയുന്നത് മുല്ലപ്പൂവിന്റെ മണമുള്ള സോപ്പാണ്, ആ സോപ്പാണ്, ഈ സോപ്പാണെന്നൊക്കെ പറയുന്നുണ്ടാവുമല്ലോ. അപ്പൊ ഈ സ്മെല്ലിന് വേണ്ടി ആഡ് ചെയ്യുന്ന ഒരു കമ്പൗണ്ടാണ് എസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എസ്റ്റേഴ്സ് എങ്ങനെ ഫോം ചെയ്യുന്നത്, ജസ്റ്റ് ആ റിയാക്ഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അത് ചോദിച്ചിട്ടുണ്ട് മുന്നേ, പരീക്ഷയൊക്കെ ചോദിച്ചാണ്. ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് എസ്റ്റേഴ്സ് ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു സ്മെല്ലാണ് എസ്റ്റേഴ്സിന്റെ ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി. ഇതിപ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നില്ല, ക്ലാസ് 11 ക്ലാസ് 12 നിങ്ങൾ റിയാക്ഷൻ ചെയ്യുകയാണെങ്കിൽ ആൽക്കഹോൾസ്, ഏത് ആൽക്കഹോൾ, എഥനോളോ മെഥനോളോ ഏത് ആൽക്കഹോളോ എടുത്തോ, അതിനകത്ത് ഒന്നും വേണ്ട, വിനെഗർ ഒന്നും കിട്ടില്ല, വിനെഗർ നിങ്ങൾ ആഡ് ചെയ്ത്, അതായത് നമ്മളെ വിനെഗരി ഉണ്ടല്ലോ, വിനാഗിരിയും എന്തെങ്കിലും ഒരു ആൽക്കഹോളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നല്ലൊരു സ്മെല്ല് വരും. അത് നിങ്ങൾ ലാബിൽ ചെയ്യുകയാണെങ്കിൽ ശരിക്കും മനസ്സിലാവും. അതിപ്പോൾ ഞാൻ വിചാരിക്കുന്ന പോലെ നിങ്ങൾ വിചാരിക്കുന്ന നല്ല മുല്ലപ്പൂന്റെയോ അല്ലെങ്കിൽ ഭയങ്കരമായ സൂപ്പർ സ്മെല്ലൊന്നും ഉണ്ടാവില്ല, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഫ്രൂട്ടിന്റെ ഒക്കെ പോലത്തെ ഒരു സ്മെല്ല് നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഫ്ലവേഴ്സിന്റെ സ്മെല്ലൊന്നും പറയുന്നത്, അത് ഡിപ്പെൻസ്.
ചില കമ്പൗണ്ട്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സ്മെൽ ഉണ്ടാവും. പക്ഷെ ജനറലി ഒരു ഫ്രൂട്ട്സിന്റെ പോലത്തെ ഒരു സ്മെല്ലാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതെന്തിനെ കാണിക്കുന്നു? പ്ലസന്റ് സ്മെല്ല് കാണിക്കുന്നത് എസ്റ്റേഴ്സിനെയാണ് ജനറലി കാണിക്കുന്നത്. ഓക്കെ, എപ്പോഴും അല്ല, സ്മെല്ലിന് വേണ്ടി വേറെ പല കമ്പൗണ്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എസ്റ്റേഴ്സിൽ നമുക്ക് വരാം. എസ്റ്റേഴ്സ് എങ്ങനെ ഫോം ചെയ്യുന്ന? ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും കൂടി ചേർന്നിട്ടാണ് എസ്റ്റേഴ്സ് ഉണ്ടാകുന്നത്. ഓക്കെ, നമുക്കിനി എസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നത് നമുക്ക് നോക്കാലോ. അപ്പോൾ എസ്റ്റേഴ്സ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ എസ്റ്റെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പം രോമാഞ്ചിഫിക്കേഷൻ അല്ല, രോമാഞ്ചം ഉണ്ടാവുന്ന നമ്മൾ രോമാഞ്ചിഫിക്കേഷൻ എന്നൊക്കെ നമ്മൾ തമാശക്ക് പറയുമല്ലോ, അതുപോലെ തന്നെയാണ് എസ്റ്റേഴ്സ് ഉണ്ടാവുന്ന റിയേഷൻ നമ്മൾ എസ്റ്റെരിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എസ്റ്റർ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയോ? ആദ്യത്തെ കാര്യം, ഇതിൽ നിന്ന് ഒരു വാട്ടർ റിമൂവ് ചെയ്യും. അപ്പോൾ എങ്ങനെ റിമൂവ് ചെയ്യും? നിങ്ങൾ ഇവിടെ നോക്കിയേ, എത്തനോയിക് ആസിഡ് CH3COHും എത്തനോളും കമ്പൈൻ ചെയ്യും. ഇതിന്റെ നടുക്ക് കണ്ട ഒരു ബോക്സ് വരച്ചിട്ട് ബോക്സിൽ നോക്കി ആരൊക്കെയുള്ള 2 ഹൈഡ്രജനും 1 ഓക്സിജനും. അപ്പോൾ ഇവർ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് അങ്ങ് റിലീസ് ചെയ്യും. അപ്പോൾ ബാക്കി 2 എൻഡ് ഉണ്ടല്ലോ, അവർ രണ്ടാളും കൂടി കൂട്ടിമുട്ടിച്ച് നമ്മൾ ഇങ്ങനെ എഴുതും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് നമ്മൾ കണ്ടോ, പേര് കണ്ടോ, ഈതൈൽ എഥനോയിൽ. നമ്മൾ ആൽക്കോക്സി ആൽക്കൈൻ, നമ്മൾ ഈതറിന്റെ കാര്യം പറഞ്ഞതുപോലെ എസ്റ്റേഴ്സിനും പേരിങ്ങനെയാണ് ഇടുക. ഈ CH3CO എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എഥനോയേറ്റ് എന്ന് പറയുന്നത്. എന്താണ്? 2 കാർബൺ ഉണ്ട്, അതിന്റെ കൂടെ OH എന്ന് ചേർക്കും. ബാക്കിയുള്ള ആൾക്കാർ നമ്മൾ ഈതൈലിന് എഴുതുന്നു. അപ്പൊ നമ്മൾ എന്ത് വന്നു? ഈതൈൽ എഥനോയേറ്റ് എന്ന് പറഞ്ഞ പേര് വന്നു. അപ്പൊ എസ്റ്റേഴ്സിനെ പറ്റി നിങ്ങൾ കൂടുതൽ പഠിക്കണ്ട, ജസ്റ്റ് ഫോം ചെയ്യുന്ന നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് നിങ്ങളോട് പറയാം. പ്രൊപ്പൈൽ എഥനോയേറ്റ്. പ്രൊപ്പൈൽ എഥനോയേറ്റ് ആണ് എനിക്ക് കിട്ടിയത്. പ്രൊപ്പൈൽ എഥനോയേറ്റ് ഏതിൽ നിന്നാണ് ഫോം ചെയ്തതെന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. അപ്പൊ നിങ്ങൾ ആദ്യം എഥനോയേറ്റ് ഫോം ചെയ്യുന്ന എവിടെ നിന്നായിരിക്കും? CH3COO ഗ്രൂപ്പ് വേണ്ടേ? അത് വരണമെങ്കിൽ എന്തായിരിക്കും? നമുക്ക് ആദ്യം CH3CO ഗ്രൂപ്പ് വേണം. അപ്പൊ അതുള്ള ആളായിരിക്കും CH3COOH. ഈ എഥനോയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ആദ്യം റിയാക്ടന്റ് സൈഡ് കൊണ്ടുകഴിഞ്ഞാൽ അത് ആരാവും? CH3COH ആവും. പ്രൊപ്പൈൽ ഗ്രൂപ്പ് നമുക്ക് എവിടുന്നാ വന്നത്? അത് ഒരു പ്രൊപ്പനോൾ എന്നായിരിക്കും. CH3 ഞാൻ ചെയ്തെന്ന് മനസ്സിലായോ? നമ്മൾ ഈ പേര്, അതായത് എസ്റ്റേഴ്സ് ഏതിൽ നിന്ന് ഉണ്ടായി എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഈതൈൽ എഥനോയിറ്റ് എന്നതിന് എഥനോൾ എന്നും എഥനോയിക് ആസിഡ് എന്നും ഉണ്ടായി. പ്രൊപ്പൈൽ എഥനോയിറ്റ് എവിടെ നിന്ന്? പ്രൊപ്പൈൽ എന്ന് പറഞ്ഞ ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതെപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? അതിനെ ആൽക്കഹോളാക്കി മാറ്റുക. പ്രൊപ്പൈലിനെ ഞാൻ മാറ്റിയിട്ട് ആരാക്കി? പ്രൊപ്പനോളാക്കി. എഥനോയിറ്റിനെ ഞാൻ മാറ്റിയിട്ട് ആരാക്കി? എഥനോയിക് ആസിഡ് ആക്കി. എന്നിട്ട് എന്ത് സംഭവിക്കും? ഇവിടെ ഒരു OH ഉണ്ട്, ഇവിടെ ഒരു H ഉണ്ട്. ഇവ രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവും? നമുക്ക് വാട്ടർ റിലീസ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഫൈനൽ ആരെ കിട്ടും? CH3COO CH2CH2CH3. ആരെ കിട്ടി? പ്രൊപ്പൈൽ എഥനോയിറ്റ്. അപ്പൊ അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി, ജനറലി എസ്റ്റേഴ്സ് എങ്ങനെ ഫോം ചെയ്യുന്നു മനസ്സിലാക്കുക, എങ്ങനെയൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രമാത്രം ചെയ്താൽ പോരല്ലോ. ഞാൻ എന്തായാലും നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഹോംവർക്ക് തരണമല്ലോ. ഓക്കെ, തരാം. ഞാൻ നിങ്ങൾക്ക് തരുവാണ്. മീഥൈൽ പ്രൊപ്പനോയേറ്റ്, ഇതിന്റെ സ്ട്രക്ചർ നിങ്ങൾ വരക്കണം. ഇത് എങ്ങനെ ഫോം ചെയ്യുന്നു കൂടി നോക്കണം. ഞാൻ പറഞ്ഞു, ആൽക്കൈലിന് വരുമ്പം അതൊരു ആൽക്കഹോൾ എന്ന് വന്നിട്ടുണ്ടാവും. പ്രൊപ്പനോയേറ്റ് എന്ന് പറയുമ്പോൾ അതൊരു കാർബോക്സിലിക് ആസിഡ് എന്ന് വന്നിട്ടുണ്ടാവും. അത് ആരൊക്കെയാണ് നിങ്ങൾ കണ്ടുപിടിച്ചോ? ഓക്കെ, അത് നിങ്ങൾ ചെയ്തോ കേട്ടോ. പിന്നെ അടുത്തത് ഈഥൈൽ പ്രൊപ്പനോയേറ്റ്, അതും നിങ്ങൾ നോക്കിക്കോ. ഓക്കെ, ഈ രണ്ടെണ്ണം കൂടി നിങ്ങളൊന്ന് നോക്കി നോക്കുക. അതിന്റെ റിയാക്ടിങ് സ്പീഷീസ് ആരൊക്കെയാണ്, എങ്ങനെയാണ് റിയാക്ഷൻ നടക്കുന്നത്, ആ പ്രൊഡക്റ്റിന്റെ സ്ട്രക്ചറും കൂടി നിങ്ങൾ വരച്ചോ. ഓക്കെ, അപ്പോൾ എസ്റ്റേഴ്സ് അതാണ്. അപ്പോൾ എസ്റ്റേഴ്സ് ഞാൻ തന്ന സ്ഥിതിക്ക് നമുക്ക് ഇനി കുറച്ച് പേര് കൂടി കണ്ടുപിടിക്കാലോ. ഇവിടെ നോക്കിയേ, എന്താണ്? CH3 CH2 COO CH3 ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു 2 ഭാഗം നിങ്ങൾ ആലോചിക്കുക. അതായത് COO വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് അടങ്ങിയിട്ട് അതിന്റെ ലെഫ്റ്റ് സൈഡുള്ള ഭാഗം മൊത്തം ഒരു പാർട്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യും? OH എന്ന് ആദ്യം, അതായത് അതിന്റെ എത്ര കാർബൺ ഉണ്ട് നോക്കുക, എത്രയാണ്? 3. അപ്പൊ എന്താ? പ്രൊപ്പാനായി. പിന്നെന്ത് ചെയ്യും? ഈ മാറ്റിയിട്ട് അവിടെ OH എന്ന് കൊടുക്കും. അപ്പൊ പ്രൊപ്പനോയേറ്റ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പായി. ബാക്കി ആരാ ഉള്ളത്? ബാക്കി CH3. ഈ CH3 എന്ന് പറയുന്നത് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പാണ് അല്ലെ? അപ്പൊ CH3 നമ്മൾ മീഥൈലിനിടും. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ പേരെന്തായിരിക്കും? മീഥൈൽ പ്രൊപ്പനോയേറ്റ്. നേരത്തെ പറഞ്ഞ ആൾ തന്നെയാണ്. ഇങ്ങനെ ഒന്നുകൂടി വരുന്നു ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. പക്ഷെ എനിവേ, നേരത്തെ സ്ലൈഡിൽ പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ അതായി. സംഭവം ക്ലിയർ ആയല്ലോ. 3 കാർബൺ, പ്രൊപ്പനോയേറ്റ്, മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇനി ഇവർ ആരിൽ നിന്ന് ഉണ്ടായത്? അതും വളരെ സിമ്പിൾ ആണ്. എന്താണ്? മീഥൈൽ ഗ്രൂപ്പ് അല്ലേ? അങ്ങേരെ നമ്മൾ ഇവിടുന്ന് ചെറുങ്ങനെ ബേൺ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ നോക്കിക്കോ. കണ്ടോ, ഇവിടുന്ന് ഒരു H പോയി, ഇവിടുന്ന് ഒരു OH പോയിട്ടുണ്ടാവും. അപ്പൊ എന്തുണ്ടാവും? CH3 OH ഉണ്ടാവും. അടുത്ത CH3 CH2 COOH.
കേട്ടോ. ഇത് രണ്ടാൾ ചേർന്നിട്ടാണ്. ആരൊക്കെയാണ്? പ്രൊപ്പനോയിക് ആസിഡും മെഥനോളും കൂടി ചേർന്നിട്ടാണ് മീഥൈൽ പ്രൊപ്പനോയിറ്റ് ഉണ്ടായി. അടുത്ത ആൾ നോക്കിക്കേ, ഇയാളുടെ പേരെന്തായിരിക്കും? ആദ്യത്തെ 2 ഗ്രൂപ്പ് ആരൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇയാളെ നമ്മൾ എന്തിരിക്കും? എഥനോയേറ്റ് എന്ന് വിളിക്കും. എഥനോയേറ്റ് എന്ന് വിളിക്കും. ബാക്കി ആരാണത്? പ്രൊപ്പൈൽ ഗ്രൂപ്പാണ് നമ്മൾ വിളിക്കും, അല്ലേ? അപ്പൊ നമ്മുടെ പേരെന്ത് വരും? പ്രൊപ്പൈൽ എഥനോയേറ്റ് എന്ന് വരും. ഓക്കെ, പ്രൊപ്പൈൽ എഥനോയേറ്റ് എന്ന് വരും. എളുപ്പമാണല്ലോ, നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ. ഓക്കെ, അപ്പൊ ഇതിലെ ആരൊക്കെയായിരുന്നു കമ്പോണന്റ് ആയിട്ട് വരുന്നത്? ഞാൻ വേഗം തന്നെ എഴുതി കളയാം. CH3, CH2, CH2, OH, പ്രൊപ്പനോളും പിന്നെ ആരാണ്? CH3, COOH, എഥനോയിക് ആസിഡ് അല്ലെങ്കിൽ അസറ്റിക് ആസിഡ്. സോ എസ്റ്റേഴ്സിന് എങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ചും എഴുതാനോ അതിന്റെ പേര് എഴുതാനോ എങ്ങനെ ഫോം ചെയ്യുന്നത് കണ്ടല്ലോ. വളരെ എളുപ്പം, സിമ്പിൾ ആണ്. നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പേര് വളരെ എളുപ്പത്തിൽ എഴുതാം. എങ്ങനെയാണ്? അതായത് COO എന്ന് വരുന്ന ഒരു എൻഡ് ഉണ്ടല്ലോ, അതായത് CH3, CH2, COO, CH3 പേര്. ഒന്നാമത്തെ കണ്ടോ, ഈ COO വരെയുള്ള പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഒരു ഭാഗമായിട്ട് എടുക്കുക. ആദ്യം നമ്മൾ പേര് കൊടുക്കുക. എങ്ങനെ? എത്ര കാർബൺ ഉണ്ടോ അത്ര കാർബണിന്റെ പേര്, അതിന്റെ റൂട്ട് പേരെന്താണ്? പ്രൊപ്പൈൻ ആയിരിക്കും, അല്ലേ? അപ്പൊ പ്രൊപ്പൈൻ എന്നുള്ള പേരിൽ ഈ മാറ്റിയിട്ട് നമ്മൾ അവിടെ എന്താക്കുക? OAT എന്ന് കൊടുക്കുക. അപ്പൊ പ്രൊപ്പനോയേറ്റ് എന്നായി അതിന്റെ എൻഡ്. പിന്നെ ബാക്കി വരുന്ന ഭാഗം എന്താണ്? ഒരു ഹൈഫൺ പർട്ടിക്കുലർ ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പൊ അതിന് ആൽക്കൈൽ ഗ്രൂപ്പ് അങ്ങനെ തന്നെ പേര്. മീഥൈൽ നമ്മുടെ പേര് കൊടുത്തു. പേരെങ്ങനെ എഴുതുക? ഈ ഒരു ഓർഡർ ഉണ്ടല്ലോ, അത് അങ്ങ് തിരിച്ചിടുക, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇടുക. അപ്പൊ എന്നിട്ടും മീഥൈൽ പ്രൊപ്പനോയിറ്റ് എന്ന് കിട്ടും. മനസ്സിലായോ? ഇനി അത് അങ്ങനെ ഫോം ചെയ്തു. മീഥൈൽ എന്ന് പറഞ്ഞ പേര് കണ്ടല്ലോ, അതിന്റെ കൂടെ ഒരു OH ആഡ് ചെയ്യുക. അപ്പൊ എന്താണ്? CH3 OH നമ്മൾ ഇവിടെ എഴുതി, കണ്ടോ? ഇനി മറ്റേ ഭാഗം പ്രൊപ്പനോയിറ്റ് അല്ലേ, CH3CO എന്നുണ്ടല്ലോ, അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു OH കൂടി ആഡ് ചെയ്യുക. സിമ്പിൾ. അത് നമ്മൾ എന്താണ് പ്രൊപ്പൈൻ എന്നുള്ള സാധനത്തിൽ പ്രൊപ്പനോയിറ്റ് എന്ന് പറഞ്ഞ ഒന്നുമില്ല. അതിന് നമ്മൾ പ്രൊപ്പനോയിക് ആസിഡ് ആക്കാൻ എന്താ വേണ്ടത്? CH3 CH2 COH എന്ന് എഴുതുക. വളരെ എളുപ്പത്തിൽ നമ്മൾ എസ്റ്ററിനെ എങ്ങനെ മുറിച്ചിടാൻ പഠിച്ചു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു എസ്റ്റേഴ്സിന്റെ പറയുമ്പോൾ അതിന്റെ സബ്ബായിട്ട് നമ്മൾ സോപ്പും ഡിറ്റർജന്റും പഠിക്കും. അപ്പൊ സോപ്പ് എന്താണ്? ബേസിക്കലി സോപ്പ് എന്ന് വെച്ചാൽ ഒരു സോൾട്ട് ആണ്. ബേസിക്കലി ഒരു സോൾട്ട് ആണ്. നമ്മൾ സോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മെറ്റലും നോൺ മെറ്റലും കൂടി ചേർന്നിട്ട് സോൾട്ട് ഉണ്ടാവുന്നൊക്കെ നമ്മൾ പഠിച്ചു. സോ ഇവിടെയും സോൾട്ട് ആണ്. സോപ്പും ചെറിയ സോൾട്ട് ആണ്. എങ്ങനെയാ ഫോം ചെയ്യുക? അതായത് നമ്മുടെ ഈ ആൽക്കൈ, അതായത് ബേസ് എന്നൊക്കെ നമ്മൾ പറയും, ആൽക്കലി ബേസ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ബേസും ആൽക്കലി നമ്മളുടെ വ്യത്യാസം നമ്മൾ കണ്ടു. കഴിഞ്ഞ ക്ലാസ്സുകളിലാണെന്ന് നിങ്ങൾ പഠിച്ചു. ആസിഡ് ബേസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? എന്താണ് ബേസും ആൽക്കലിയും നമ്മൾ വ്യത്യാസം? അതായത് വാട്ടർ സോലുബിൾ ആയിട്ടുള്ള ബേസുകളാണ് നമ്മൾ ആൽക്കലി എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്തായാലും വെള്ളത്തിൽ അലിയണം. ഈ സോപ്പ് എന്ന് പറഞ്ഞ സാധനം വെള്ളത്തിൽ അലിയാതെ അങ്ങനെ തന്നെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ വെള്ളത്തിൽ അലിയണം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആൽക്കലീസ് ഉപയോഗിക്കുന്നത് സോപ്പ് ഉണ്ടാക്കാൻ. സോ ആൽക്കലീസ് എന്താണ്? ഓയിലിന്റെയും ഫാറ്റിന്റെയും കൂടെ ചേർന്നിട്ടാണ്, അതായത് എണ്ണ ജനറലി എണ്ണയായിട്ട് ജോയിൻ ചെയ്ത്, അതായത് ആൽക്കലിയും എണ്ണയും കൂടി ജോയിൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുന്നത്? സോൾട്ട് ഉണ്ടാവുന്നത്. സോൾട്ട് ഒരു ലിക്വിഡ് ഫോം വരെ, പിന്നെ ഇതിനെ ഡ്രൈ ആക്കിയിട്ടാണ് നമ്മൾ സോപ്പായിട്ട് ഉണ്ടാക്കുന്നത്, കട്ടയായിട്ട്. ഓക്കെ, അപ്പൊ ഈ ഓയിലും ഫാറ്റും എന്താണ്? ഈ ഓയിൽ ഫാറ്റ് എന്നൊക്കെ പറയണ്ടല്ലോ, ഇതൊക്കെ ഒരു തരത്തിൽ എസ്റ്റേഴ്സ് ആണ്. എങ്ങനെയാ അത് എസ്റ്റേഴ്സ് ആണെന്ന് വെച്ചാൽ ഓയിൽ ഫാറ്റ് ഉണ്ടാവുന്നത് ഗ്ലിസറോളും ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ പാൽമെറ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്, ഓലിക് ആസിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പേരുണ്ട്. ഫാറ്റി ആസിഡിന്റെ പേര് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചുമ്മാ ഗൂഗിളൊക്കെ ഫാറ്റി ആസിഡ് വെച്ചാൽ ഒരുപാട് പേര് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പക്ഷെ അത് ദാറ്റ് ഇസ് നൺ ഓഫ് യുവർ കൺസേൺ നൗ. ഓക്കെ, ജസ്റ്റ് നോ ദാറ്റ് ഓയിൽസ് ആൻഡ് ഫാറ്റ്സ് ആർ എ ടൈപ്പ് ഓഫ് എസ്റ്റേഴ്സ്. ഒരു ടൈപ്പ് ഓഫ് എസ്റ്റേഴ്സ് ആണത്. അതെങ്ങനെ? ഗ്ലിസറോൾ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ ഗ്ലിസറിനുമായിട്ടൊരു ബന്ധമുണ്ടെന്ന് തോന്നുന്നു. ശരി, ബന്ധമുണ്ട്. ഗ്ലിസറോൾ എന്ന് പറയുന്നത് ഒരു ആൽക്കഹോൾ ആണ്. ഓക്കെ, നിങ്ങൾ ഓൾ എന്ന് കണ്ടല്ലോ, അപ്പൊ ഉറപ്പ് ആൽക്കഹോൾ. ഫാറ്റി ആസിഡ്സ് കണ്ടല്ലോ, അതാരാണ്? കാർബോക്സിലിക് ആസിഡ്സ് ആണ്. ഓക്കെ, കാർബോക്സിലിക് ആസിഡ് നമ്മൾ നേരത്തെ സ്ലൈഡിൽ എന്താ മക്കളെ കണ്ടേ? ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും കൂടി ചേർന്നിട്ട് നമുക്ക് ആരാ ഉണ്ടാവുക? നമുക്ക് ഉണ്ടാവുന്ന ആളാണ് എസ്റ്റേഴ്സ്. അപ്പോൾ ഈ ഓയിൽ ഫാറ്റ് എന്നൊക്കെ പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് എസ്റ്റേഴ്സ് ആണ്. അപ്പൊ ഈ ഓയിലും ഫാറ്റും കൂടി ചേർന്നിട്ടാണ്, അതായത് എസ്റ്ററിന്റെ കൂടെ നമ്മൾ ആൽക്കലി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് സോപ്പ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും? അവസാന റിയാക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഗ്ലിസറോൾ ആയിട്ട് പ്രൊഡക്റ്റ് കിട്ടും. അവസാനം ബൈ പ്രൊഡക്റ്റ് ഗ്ലിസറോൾ കിട്ടും. അത് നമ്മൾ ഗ്ലിസറിനായിട്ട് അതിനെ കൺവേർട്ട് ഒക്കെ ചെയ്തിട്ട് അത് കോസ്മെറ്റിക് മെറ്റീരിയൽസിനും മെഡിസിനൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് ഗ്ലിസറോൾ. ഓക്കെ, അത് വേറെ കാര്യം. സോപ്പ് ഉണ്ടാക്കാൻ നിങ്ങൾ പഠിച്ചല്ലോ, ഓയിലും ഫാറ്റും കൂടി നമ്മൾ ആൽക്കലി, ഏതൊക്കെ ആൽക്കലീസ്? ജനറലി സോഡിയം ഹൈഡ്രോക്സൈഡോ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡോ എന്താണ് NaOH KOH ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താക്കാം? സോപ്പ് ഉണ്ടാക്കാം. ഓക്കെ, കാരണം അതുകൊണ്ടാണ് ഇപ്പൊ സോപ്പ് നിർമ്മിക്കുക എന്ന് പറഞ്ഞ ഒരു ചെറുകിട വയസ്സായ ഒരു സ്മോൾ സ്കെയിൽ ക്രാഫ്റ്റ് കൂടിയാണ് ഈ സോപ്പ് ഉണ്ടാക്കുന്നത്. നമ്മൾ നാട്ടിലൊക്കെ ആൾക്കാർ ഉണ്ടാക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോപ്പ് ഉണ്ടാക്കുന്നത് കുറച്ച് ഈ സ്മെല്ലിന് വേണ്ടിയുള്ള എസൻസ്, കുറച്ച് ഈ ആയുർവേദ പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കുറച്ച് ചതച്ച് പൊടിച്ചിട്ടൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ അതായത് സെയിം ബേസിക് ഐഡിയ എന്താണ് നടക്കുന്ന വെച്ചാൽ ഓയിൽ ഫാറ്റ് അതിന്റെ കൂടെ ഒരു ആൽക്കലി NaOH ഓർ KOH ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും?
സോപ്പ് റെഡിയാ, സോപ്പിന് ഇത്ര മാത്രം മതി. പക്ഷേ നമുക്കിതിന് സ്മെല്ല് വേണം. ഇനി വേണ്ട കുറച്ച് ആയുർവേദിക് മഞ്ഞൾ വേണം. നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ എന്ന് പറയുന്ന പോലെ സോപ്പിൽ മഞ്ഞൾ വേണം, സ്ട്രോബെറി വേണം, ഫ്ലേവർ, അങ്ങനെ എസെൻസ് എന്തെങ്കിലും വേണോ, സ്മെല്ല് ഒരു പർട്ടിക്കുലർ സ്മെല്ല് വേണോ, ആ എസെൻസ് കൂടി ആഡ് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള സോപ്പ് ഉണ്ടാക്കാൻ പറ്റും. ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ഉണ്ട്. അത് നിങ്ങൾ യൂട്യൂബിലൊക്കെ വീഡിയോസ് നോക്കിയാൽ സോപ്പ് എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ സോപ്പ് എന്ന് വെച്ചാൽ നമുക്ക് വളരെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് സോപ്പിനെ പറ്റിയിട്ട്. പക്ഷെ സോപ്പിനെ പറ്റി പഠിച്ചാൽ മാത്രം പോരല്ലോ, സോപ്പ് നമ്മൾ എങ്ങനെ ക്ലീൻ ചെയ്യുന്നപ്പോൾ ശരി വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ആൽക്കലിയൊക്കെ ഉപയോഗിച്ചിട്ടാണ്, വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ബേസ് ആയിട്ടുള്ള ആൽക്കലീസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് സോപ്പിന്റെ എങ്ങനെ ക്ലീൻ ചെയ്യുന്നത് നമുക്ക് നോക്കാമല്ലോ. അപ്പൊ സോപ്പ് എടുത്തു കഴിഞ്ഞാൽ സോപ്പ് മോളിക്യൂളിന്റെ പ്രത്യേകത വെച്ചാൽ വലിയ മോളിക്യൂൾ, ഞാൻ പറഞ്ഞു ഫാറ്റി ആസിഡ് ഒക്കെ ചേർന്ന്, ഫാറ്റ്സും ഓയിലൊക്കെ ചേർന്നിട്ടാന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിങ്ങനെ വലിയൊരു മോളിക്യൂളാണ്. അപ്പൊ അതിന് രണ്ട് എൻഡ് ഉണ്ട്. അതിന്റെ ഒരെൻഡിൽ ഞാൻ എന്താ പറയുന്നത്, ഇതാ നമ്മുടെ കാർബോക്സ്, നമ്മൾ പറഞ്ഞു എന്താണ് ഓയിലും ബേസും. അപ്പൊ ഓയിൽ അഥവാ ഫാറ്റ് ഒരു ഞാൻ പറഞ്ഞു എന്താണ് ഒരു എസ്റ്റർ ആണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എസ്റ്റർ നമ്മൾ ഈ COO എന്ന് പറഞ്ഞ ഒരു എൻഡ് സാധനം ഉള്ളത് നമുക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പൊ എസ്റ്ററിന്റെ കൂടെ നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? അതിന്റെ കൂടെ ആൽക്കലിയാണ്. അപ്പൊ ഈ CO- എന്ന് പറഞ്ഞ ഒരു എൻഡ് നമ്മുടെ സോപ്പിനുണ്ടാവും. അതുപോലെ അപ്പുറത്തന്നില്ലെങ്കിൽ CH3 അല്ലെങ്കിൽ CH2 അങ്ങനെ വേറൊരു വലിയൊരു കാർബൺ ചെയിൻ ഉണ്ടാവും. അപ്പൊ ഈ ഒരു മൈനസ് എൻഡ് ഉള്ള സ്ഥലം ഉണ്ടല്ലോ, ഈ Na+ എവിടുന്ന വന്നതെന്ന് വെച്ചാൽ നമ്മൾ ബേസ് ആൽക്കലി ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, ആൽക്കലിയിൽ നിന്നാണ് ഈ മെറ്റൽ അയോൺസ് കൂടി വരും. അപ്പൊ ഈ നെഗറ്റീവ് പോസിറ്റീവ് ചാർജ് ഒക്കെ ഉള്ള എൻഡ് ഉണ്ടല്ലോ, ആ എൻഡ് നമ്മൾ കണ്ടു ചാർജ് ഉള്ള ഒരു എൻഡ് ഉണ്ട്, നമ്മൾ വാട്ടറിലോട്ട് ആഡ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കുക? ഡെഫിനറ്റ്ലി അത് വാട്ടറുമായിട്ട് അട്രാക്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? അതൊരു വാട്ടറുമായിട്ട് മുട്ടി നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ബാക്കി വരുന്ന ഈ വലിയ ചെയിൻ ഉണ്ടല്ലോ, അവർ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യില്ല. നമ്മൾ കാർബൺ കമ്പൗണ്ട്സ് ഇങ്ങനെ എടുത്താൽ മതി. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു മരക്കഷ്ണം നിങ്ങൾ വെള്ളത്തിട്ടാൽ അത് അലിഞ്ഞു പോവോ? ഇല്ല. കാരണം എന്താണ്? അത് കാർബൺ കമ്പൗണ്ട്സ് ആണ്. ഓക്കെ, അല്ലെ എണ്ണയൊക്കെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് വെള്ളത്തിൽ ഡിസോൾവ് ആവുന്നുണ്ടോ? ഇല്ല. അത് അവിടെ നിൽക്കുക ചെയ്യുക. ഓക്കെ, അപ്പൊ ആ എണ്ണയുമായിട്ടുള്ള ആ ഒരു മിസിബിലിറ്റി കുറക്കാൻ വേണ്ടി നമ്മൾ സോപ്പിട്ട് തേക്കുന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ സോപ്പിന്റെ ഒരു സോപ്പ് മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ, സോപ്പ് ഒരുപാട് മോളിക്യൂൾസ് ആണ്, ഒരു സോപ്പ് മോളിക്യൂൾ രണ്ട് എൻഡ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഈ വെള്ളത്തിനോട് അട്രാക്ഷൻ തോന്നുന്ന ഒരു എൻഡിനാണ് നമ്മൾ പറയുക ഹൈഡ്രോഫില്ലിക്. ഈ ഫില്ലിക് എന്ന് വെച്ചാൽ ഫൈൽ എന്ന് പറഞ്ഞ എൻഡ് ഉണ്ടല്ലോ, ഇതൊരു എറ്റിമോളജിക്കൽ വേർഡാണ്. ഫൈൽ എന്ന് പറഞ്ഞ എന്റെ അർത്ഥം വെച്ചാൽ ലവ്, ഇഷ്ടം, അട്രാക്ഷൻ ഒക്കെ അർത്ഥം. അതാണ് ഫിലാന്ത്രോപ്പി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിനകത്താണ് ത്രോപ്പിക്. അതായത് എന്താണ് ഫിലാന്ത്രോപ്പി എന്ന് വെച്ചാൽ ആന്ത്രോപ്പിക്, അതായത് മനുഷ്യരെ സേവിക്കാൻ ഇഷ്ടപ്പെടും. ആന്ത്രോപ്പി എന്ന് പറഞ്ഞാൽ മനുഷ്യർ. ഇപ്പൊ ഫിൽ എന്ന് വെച്ചാൽ ലവ്, ഫിലാന്ത്രോപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യരെ ഇഷ്ടപ്പെടുന്ന ആൾ. അതുകൊണ്ടാണ് അവരിങ്ങനെ സഹായമൊക്കെ ചെയ്യുന്നത്. ബിബ്ലിയോ ഫൈൽ അല്ലെങ്കിൽ സീൻ ഫൈൽ എന്നൊക്കെ പറയും. ഇപ്പം ഓഡിയോ ഫൈൽ എന്തായിരിക്കും? അപ്പൊ ഓഡിയോ ഫൈൽ എന്ന് പറഞ്ഞാൽ ഇത് ഇംഗ്ലീഷ് ക്ലാസ് അല്ല, എന്നാൽ ഞാൻ ജസ്റ്റ് പറയുന്നത് ഓഡിയോ ഫയൽ എന്ന് വെച്ചാൽ ഓഡിയോ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ഓഡിയോ ഫയൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സിനി ഫയൽ എന്താണ്? സിനിമ കാണാൻ ഇഷ്ടമുള്ള സിനി ഫയൽ എന്ന് പറയാം. ബിബ്ലിയോ ഫയൽ, ബിബ്ലിയോ എന്ന് വെച്ചാൽ പുസ്തകമാണ്. ബിബ്ലിയോ ഫയൽ എന്ന് വെച്ചാൽ എന്താണ്? പുസ്തകം ഇഷ്ടപ്പെടുന്ന ആളെ ബിബ്ലിയോ ഫയൽ എന്ന് വിളിക്കാം. അപ്പൊ ഫയലിന് ഫില്ലിക് എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം എന്താണ്? അട്രാക്ഷൻ, വാട്ടറിനോട് അട്രാക്ഷൻ, അതാണ് ഹൈഡ്രോഫില്ലിക് ഹെഡ്. പിന്നെ ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോബിയ എന്ന് വെച്ചാൽ പേടി, ഫോബിയ എന്ന് വെച്ചാൽ പേടി. അപ്പൊ ഹൈഡ്രോ എന്ന് വെച്ചാൽ വാട്ടറിനോടുള്ള പേടിയുള്ള ഭാഗമാണ് ഉള്ളിലോട്ട് വെക്കുക. അപ്പൊ ഇതെങ്ങനെയാ? വാട്ടറിൽ നമുക്കിപ്പോൾ ഓയിൽ വാട്ടറുമായിട്ട് മിക്സ് ആവില്ല. പക്ഷേ ഈ വാട്ടറുമായിട്ട് മിക്സ് ആവാത്ത കാർബൺ ചെയിൻ ഉണ്ടല്ലോ, അവരുമായിട്ട് ഓയിൽ അങ്ങ് അട്രാക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഇതാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ, ഇതിന്റെ നടുവിൽ ഒരു ഓയിൽ മോളിക്യൂൾ ഉണ്ടെങ്കിൽ ഓയിൽ മോളിക്യൂളിന് ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള സോപ്പിന്റെ എൻഡ് ഉണ്ടല്ലോ, സോപ്പ് മോളിക്യൂളിന്റെ ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഭാഗം നമ്മൾ അഴുക്ക്, അതായത് എണ്ണമയമുള്ള അഴുക്കുമായിട്ട് അട്രാക്ട് ചെയ്യും. പക്ഷേ ബാക്കിയാണ് എന്ത് ചെയ്യും? എണ്ണയായിട്ട്, അതായത് വാട്ടറുമായിട്ട് കണക്ഷൻ ഉണ്ട്, എന്നാൽ എണ്ണയായിട്ട് അധികം കണക്കാവാത്ത ഹൈഡ്രോഫില്ലിക് എൻഡ് പുറത്തോട്ട് തള്ളി ഇതുപോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ഇതിന്റെ പേരാണ് മിസൽ എന്ന് പറയും. മിസൈൽ അല്ല കേട്ടോ, മിസൽ. ഓക്കെ, മൈസൽ എന്നൊക്കെ ചില ആൾ പറയും. അപ്പൊ മിസൽ കോൺസെൻട്രേഷൻ, മിസൽ എന്നാണ് ഈ ഒരു സ്ട്രക്ചർ ഉള്ള ഈ വട്ടത്തിലുള്ള സാധനം. അതായത് ഹൈഡ്രോഫോബിക് ഉള്ളിലും ഹൈഡ്രോഫില്ലിക് ഉള്ളിലും ഓയിലിനൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ ഓരോ നമ്മുടെ സോപ്പ് വെച്ച് കഴുകുന്ന അഴുക്ക്, നിങ്ങളുടെ കൈ കുപ്പായത്തിലൊക്കെ ഈ എണ്ണയൊക്കെ വീണ് അഴുക്കായി. അപ്പൊ നമ്മൾ സോപ്പിട്ട് അഴുകുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഓരോ സോപ്പിന്റെ ഈ മോളിക്യൂൾസ് ഉണ്ടല്ലോ, അപ്പൊ അവരെന്ത് ചെയ്യുമെന്നറിയോ? ഈ എണ്ണ പോലത്തെ ഐറ്റംസ് ഉണ്ടല്ലോ, ആ എണ്ണ മോളിക്യൂളായിട്ട് ഇതിന്റെ ഹൈഡ്രോഫോബിക് എൻഡിൽ ഇങ്ങനെ മുട്ടി ഒരു ബോൾ പോലെയാവും. അപ്പൊ ബോളിന്റെ പുറത്ത് എന്താണ്? പുറമേ കാണുമ്പോൾ നമ്മൾ വാട്ടറുമായിട്ട് അട്രാക്ട് ഉള്ള ഭാഗം, ഉള്ളിൽ വാട്ടറുമായിട്ട് അട്രാക്ഷൻ ഇല്ലാത്തൊരു ഭാഗം. അപ്പൊ ഇവരൊരു ബോൾ പോലെ ഇങ്ങനെ നിൽക്കും. ഓക്കെ, ഇതൊരു സ്പെറിക്കൽ ഷേപ്പാണ്, നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. ബോൾ പോലെ നിൽക്കും, നടുവിൽ എന്നിട്ട് ഓയിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ വെള്ളം കൊണ്ട് കഴുകുമ്പോൾ എന്താ? ഈ ബോൾ മൊത്തത്തിൽ പുറത്തോട്ടേക്ക് അങ്ങ് പോകും. അപ്പൊ എന്തും അഴുക്കും അതിന്റെ കൂടെ തന്നെ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ അഴുക്കുകൾ ക്ലീൻ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ക്ലീനിങ് ആക്ഷൻ ജസ്റ്റ് ഇങ്ങനെ ഓർമ്മിച്ചാൽ ഒരു ഹൈഡ്രോഫോബിക് എൻഡ് ഉണ്ട്, ഹൈഡ്രോഫില്ലിക് എൻഡ് ഉണ്ട്. അപ്പൊ നമ്മൾ വെള്ളത്തിലേക്ക് സോപ്പ് ആഡ് ചെയ്യുമ്പോൾ അഴുക്കുള്ള ഭാഗം, അതായത് ഓയിൽ കണ്ടെയ്ൻ ചെയ്ത അഴുക്കുള്ള ഭാഗം ഹൈഡ്രോഫോബിക്കായിട്ട് അട്രാക്ട് ചെയ്തിട്ട് ഇതിന്റെ നടുവിൽ ഇങ്ങനെ അട്രാക്ട് ചെയ്ത് നിൽക്കും.
എന്നിട്ട് ഹൈഡ്രോഫിലിക് ഹെഡ് പുറത്തോട്ടേക്ക് നിൽക്കും. എന്നിട്ട് നമ്മൾ വാട്ടർ കൊണ്ട് കഴുകി കളയുമ്പോൾ ഈ മൊത്തത്തിലുള്ള ഈ സ്ട്രക്ചർ മൊത്തത്തിൽ അങ്ങ് കഴുകി പോവും. അങ്ങനെ നമ്മൾ അതിന്റെ കൂടെ എന്തും പോവും, അഴുക്ക് കൂടി പോവും. ഓക്കെ, അപ്പൊ എന്താ ചെയ്യുന്നത്? സോപ്പിന്റെ പ്രത്യേകത എന്താണ്? ഡിക്രീസസ് സർഫസ് ടെൻഷൻ, ക്ലോത്ത്സ് ഗെറ്റ് സോക്ക്. എന്താണ്? നല്ലത്തിൽ സോപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? വെള്ളത്തിന്റെ സർഫസ് ടെൻഷൻ കുറക്കും. അതായത് വെള്ളം ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. നമ്മൾ സർഫസ് ടെൻഷൻ എന്ന് പറയല്ലോ, അതിങ്ങനെ തന്നെ ആ അഴുക്കൊക്കെ ആയി കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിൽക്കുന്ന നമ്മുടെ സർഫസ് ടെൻഷൻ, ഒരു വലിഞ്ഞു മുറുകിയ വാട്ടറിന്റെ ഒരു അവസ്ഥ നമുക്ക് സർഫസ് ടെൻഷൻ എന്ന് പറയാം. അപ്പൊ സർഫസ് ടെൻഷൻ കുറച്ച് തന്നെ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് മോളിക്യൂൾസിന് മൂവ് ചെയ്യാൻ പറ്റും. മോളിക്യൂൾസ് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ എന്തും അഴുക്കിന് നമുക്ക് അതിന്റെ കൂടെ തന്നെ പെട്ടെന്ന് കഴുകി കളയാൻ പറ്റുന്നു. അപ്പൊ അതാണ് ഡിക്രീസസ് സർഫസ് ടെൻഷൻ. അതുപോലെ തന്നെ വെള്ളം എന്ത് ചെയ്യും? നന്നായിട്ട് സോക്ക് ചെയ്യും. സോപ്പും കൂടി ആഡ് ചെയ്താൽ നന്നായിട്ട് വെള്ളം എന്ത് ചെയ്യും? ഈ അഴുക്കിന്റെ ഉള്ളിലോട്ട് അങ്ങനെ ചേർന്ന്. നിങ്ങൾ പരസ്യം കണ്ടിട്ടുണ്ട്, ഈ സോപ്പിന്റെ ഡിറ്റർജന്റിന്റെ ഒക്കെ പരസ്യം കാണാറില്ല? എന്താണ്? ഈ മോളിക്യൂൾസ് ഇങ്ങനെ ഉള്ളിൽ പോയിട്ട് മറ്റേ അഴുക്കിനൊക്കെ തല്ലി തെറിപ്പിച്ചിരിക്കുന്നൊക്കെ പരസ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതാണ് ഐഡിയ. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ട, നിങ്ങൾ ഇങ്ങനെ ഓർമ്മിച്ചാൽ ഒരു ഹൈഡ്രോഫിലിക് എൻഡും ഹൈഡ്രോഫോബിക് എൻഡും ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡിറ്റർജൻസിന്റെ കാര്യം എടുത്ത് എന്തായിരിക്കും? ഡിറ്റർജൻസ് സോപ്പിന്റെ ഇതേ ഫംഗ്ഷൻസ് ഒക്കെ ഇതേപോലെ തന്നെ, പക്ഷേ ചെറിയ ചെറിയ കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, അതിന്റെ കുറച്ച് മെറിറ്റ്സും അതിന്റെ വ്യത്യാസങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഡിറ്റർജൻസ് ഉണ്ടാക്കുന്നെങ്കിൽ ഹൈഡ്രോ കാർബൺസ് ഒപ്റ്റൈൻഡ് ഫ്രം കോൾ ആൻഡ് പെട്രോളിയം, അതായത് പെട്രോളിയത്തിൽ നിന്നും കൽക്കരിയിൽ നിന്നൊക്കെ കിട്ടിയ ഹൈഡ്രോ കാർബൺസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സൾഫോണിക് ആസിഡ്സിന്റെ സോൾട്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ പഠിച്ചു, ഫാറ്റി ആസിഡ്സ് പഠിച്ചല്ലോ. ഫാറ്റി ആസിഡ്സ് തന്നെ ഒരു പ്രത്യേക കാറ്റഗറിയാണ് സൾഫോണിക് ആസിഡ്. അപ്പൊ സൾഫോണിക് ആസിഡ്സിന്റെ സോൾട്ട് ആണ് എന്തായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ ഡിറ്റർജന്റിൽ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ക്ലീനിങ് ആക്ഷൻ ഒക്കെ സെയിം ആണ്. പിന്നെ ഡിറ്റർജന്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുവക എല്ലാ ടൈപ്പിലും നമുക്ക് ഡിറ്റർജൻസ് ഉപയോഗിക്കാം, പക്ഷേ സോപ്പ് നമുക്ക് എല്ലാത്തിലും ഉപയോഗിക്കാൻ പറ്റില്ല. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഹാർഡ് വാട്ടറിൽ നമുക്ക് സോപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല, പക്ഷേ ഡിറ്റർജന്റ് ഉപയോഗിക്കാം. അല്ല അസിഡിക് ആയിട്ടുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ ബ്ലീച്ച് ചെയ്ത സൊല്യൂഷൻ, അല്ലെങ്കിൽ നമുക്കിപ്പം ചിലപ്പോൾ നിങ്ങൾ ചില സ്ഥലത്ത് ഇപ്പം സിറ്റിയിലൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളം ശ്രദ്ധിച്ചാൽ ചിലപ്പോൾ നന്നായിട്ട് പതയില്ല. അതായത് ഫ്രോത്ത് ഫോം ചെയ്യാത്ത തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു വെള്ളമായിരിക്കും. പക്ഷെ ഡിറ്റർജന്റ് ആണെങ്കിൽ വളരെ വൃത്തിക്ക് സോപ്പും പതയും ഫോം ചെയ്യുന്നുണ്ട്, നമുക്ക് ക്ലീൻ ചെയ്യാനും പറ്റും. അപ്പം ചില വെള്ളത്തിന് എന്താണ് നമ്മുടെ സോപ്പ് അങ്ങനെ മിക്സ് ആവില്ല, പക്ഷേ ഡിറ്റർജന്റ് മിക്സ് ആവും. ഓക്കെ, അപ്പം ഡിറ്റർജന്റ് എന്താണ്? ക്യാൻ ബി യൂസ്ഡ് ഇൻ അസിഡിക് സൊല്യൂഷൻ ആസ് വെൽ ആസ് ഹാർഡ് വാട്ടർ. പക്ഷെ ചെറിയ പ്രശ്നമുണ്ട്, ഇത് വളരെ ഹാംഫുൾ ആണ്. സോപ്പിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഹാംഫുൾ. എന്താണ്? അതായത് വെള്ളത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല കമ്പോണൻസ് ഉണ്ട്, പല മിനറൽസ് ഉണ്ട്, അതുപോലെ തന്നെ പല മൈക്രോ ഓർഗാനിസംസും ഉണ്ട് അല്ലേ? നമ്മൾ സാധാരണ ഒരു സംഭവം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലുള്ള മൈക്രോ ഓർഗാനിസംസും മറ്റും സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ് അതിനെ ഡീകമ്പോസ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ വെള്ളത്തിന്റെ പ്യൂരിറ്റി അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ എന്ത് ആഡ് ചെയ്താലും ഈ ഡിറ്റർജൻസിലുള്ള കമ്പോണൻസ് ഉള്ള കെമിക്കൽ കമ്പോണൻസ് നമുക്ക് ഡീകമ്പോസ് ചെയ്യാൻ പറ്റില്ല. അതായത് വെള്ളത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് വെച്ചിട്ട് ഡീകമ്പോസ് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് നമ്മൾ അലക്കി, ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പുഴയിലും അരുവിയിലും ഒക്കെ ആൾക്കാർ അലക്കുന്ന കണ്ടിട്ടുണ്ടാവും. അപ്പൊ അവർ ഈ ഡിറ്റർജൻസ് ഒക്കെ വെച്ചിട്ട് കഴുകി അലക്കി കഴിഞ്ഞിട്ട് അവർ ആ വെള്ളം, അതായത് ഡിറ്റർജൻസ് ബാക്കി വന്ന സോപ്പിന്റെയും ഡിറ്റർജൻസിന്റെ ഒക്കെ വെള്ളം ഉണ്ടാവല്ലോ, അത് അവർ പുഴയിലേക്കോ അരുവിയിലേക്കോ ഇങ്ങനെ കളയുക. അപ്പൊ കളഞ്ഞ് എന്താ പറ്റുമെന്ന് വെച്ചാൽ ഡിറ്റർജൻസ് വെള്ളത്തിന് ഇങ്ങനെ അലിയും, പെട്ടെന്ന് അലിയുമല്ലോ. പക്ഷെ അലിഞ്ഞു കഴിഞ്ഞാലും ഡിറ്റർജൻസ് അവിടെ തന്നെ നിൽക്കും, അതങ്ങനെ ഡീകമ്പോസ് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു മോളിക്യൂളായിട്ട് പോവില്ല. അപ്പൊ എന്താ സംഭവിക്കുക? വെള്ളത്തിലുള്ള മറ്റ് ജീവികൾക്ക് എന്താണ് ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പൊ ലിവിങ് ഓർഗാനിസംസ് നമ്മൾ വെള്ളത്തിലേക്ക് ഇത് കളയുന്നത് എന്താണ്? ഡേഞ്ചറസ് ആണ്. കാരണം അതിലെ മൈക്രോ ഓർഗാനിസംസിന് നമുക്ക് ഡിറ്റർജന്റ് ഡീകമ്പോസ് ചെയ്യാൻ പറ്റില്ല അതിന്റെ കമ്പോണന്റ് ആയിട്ട്. ഓക്കെ, പിന്നെന്താണ്? ഡിറ്റർജൻസിലുള്ള ഫോസ്ഫേറ്റ് ഇൻക്രീസസ് ഗ്രോത്ത് ഓഫ് ആൽഗി ആൻഡ് ലിമിറ്റ്സ് ക്വാണ്ടിറ്റി ഓഫ് ഓക്സിജൻ. അതായത് വെള്ളത്തിൽ നമുക്കറിയാം ഓക്സിജൻ ഡിസോൾവ് ആയിട്ടുണ്ട് വെള്ളത്തിൽ, അതുകൊണ്ടാണ് അക്വാട്ടിക് ഓർഗാനിസംസ് ഒക്കെ ജീവിക്കുന്നത്. എന്നാൽ ഡിറ്റർജൻസിലുള്ള ഫോസ്ഫേറ്റ് കണ്ടന്റ്, ഫോസ്ഫേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ള, ഫോസ്ഫറസും ഓക്സിജനും അടങ്ങിയിട്ടുള്ള, ഫോസ്ഫറസ്, ഓക്സിജൻ, ഹൈഡ്രജൻ, ഇത് മൂന്നും അടങ്ങിയിട്ടുള്ള കമ്പോണൻസിനാണ് നമ്മൾ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പം വളങ്ങൾ, അതായത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ ഈ ഫോസ്ഫേറ്റ് വളങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഡിറ്റർജൻസിനും ഫോസ്ഫേറ്റിന്റെ കണ്ടെയ്ൻ ഉണ്ടാവും, അമൗണ്ട് ഉണ്ടാവും. നമ്മൾ സോപ്പ് പോലെയല്ല ഡിറ്റർജൻസ്. ഞാൻ പറഞ്ഞു ഹൈഡ്രോ കാർബൺസ് എവിടെ നിന്ന് കിട്ടുന്നു? കോളിൽ നിന്നും പെട്രോളിൽ നിന്ന് കിട്ടുന്നു. അതുപോലെ സോൾട്ട്, സൾഫോണിക് ആസിഡ്സ് എന്ന ഫാറ്റി ആസിഡിന്റെ കാറ്റഗറി ഉപയോഗിക്കുന്നു. അപ്പൊ ഇതിൽ ഫോസ്ഫേറ്റ്സ് ഉണ്ടാവും. അപ്പൊ ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ സാധനം വെച്ചാൽ അത്ര നല്ലതല്ല. നമ്മൾ വെള്ളത്തിൽ എസെൻഷ്യൽ ആയിട്ട് കുറച്ച് ആൽഗേസ് ഒക്കെ ഉണ്ട്. ഈ ആൽഗേസ്, അതായത് ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ഒക്കെ നിങ്ങൾ ബയോളജി പഠിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇവരാണ് ഓക്സിജൻ എന്ത് ഡിസോൾവ് ചെയ്തിട്ട് ഓക്സിജൻ നമ്മൾ ഈ എന്താണ് അക്വാട്ടിക് ഓർഗാനിസംസിന് ശ്വസിക്കാൻ പറ്റുന്ന രീതിയിൽ എന്താണ് ഓക്സിജനെ പുറത്തേക്ക് വിടുന്നതും മറ്റും ഈ കുറെ ആൽഗേസിന്റെ ഒക്കെ പ്രവർത്തനമാണ്. നമുക്ക് പുറത്ത് നോക്കിയാൽ നമുക്ക് മരങ്ങളൊക്കെ തരുന്നുണ്ട്, നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്ത് ഫോട്ടോസിന്തസിസ് ചെയ്തിട്ട് ഓക്സിജൻ നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. വെള്ളത്തിൽ ഇതുപോലത്തെ ഫംഗ്ഷൻ ചെയ്യുന്നതാണ് ഈ ആൽഗേസ്, ഫൈറ്റോ പ്ലാങ്ക്ടൺ ആൽഗേ എന്നൊക്കെ പറഞ്ഞാൽ ആൽഗേസ്. അപ്പൊ ഈ ആൽഗേസിന്റെ ഗ്രോത്തിന് ആര് ലിമിറ്റ് ചെയ്യും? നമ്മുടെ ഡിറ്റർജൻസ് കാണുന്ന ഫോസ്ഫേറ്റ്. അപ്പോൾ കടക്ക് പുറത്ത് നിങ്ങൾ ഇനി വളരണ്ട, ഓക്സിജൻ തരില്ലടാ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? ആൽഗേസിന്റെ ഗ്രോത്ത് ലിമിറ്റ് ചെയ്യും. അപ്പൊ ഓക്സിജൻ കിട്ടുമോ? ഇല്ല. ഓക്സിജൻ കിട്ടാതായി എന്ത് സംഭവിക്കും? നമ്മൾ അക്വാട്ടിക് ഓർഗാനിസത്തിന് സർവൈവൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പം അതൊക്കെ ഇതിന്റെ ഡീമെറിറ്റ്സ് ആണ്.
ഡിറ്റർജൻസ് അതായത് നമ്മൾ വെള്ളത്തിൽ കളയുന്നത് അത്ര നല്ലതല്ല, സിമ്പിളായി പറഞ്ഞേ. രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ, മൈക്രോ ഓർഗാനിസംസിനെ ഡീകമ്പോസ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഡിറ്റർജൻസിലുള്ള ഫോസ്ഫേറ്റ് നമ്മുടെ അതായത് ഓക്സിജൻ റിലീസിങ് ആയിട്ടുള്ള ആൽഗേസിന്റെ ഗ്രോത്ത് ലിമിറ്റ് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? ഗ്രോത്ത് ലിമിറ്റ് ചെയ്യുമ്പോൾ ഓക്സിജൻ പ്രൊഡ്യൂസിങ് ആൽഗേസിന്റെ ഗ്രോത്ത് ലിമിറ്റ് ചെയ്യും. പക്ഷേ ചിലപ്പോൾ അവരെന്ത് ചെയ്യും? ഓക്സിജൻ ലിമിറ്റ്, അതായത് ഓക്സിജൻ വല്ലാതെ അബ്സോർബ് ചെയ്യുന്ന ടൈപ്പ് ആൽഗേസ് പല ടൈപ്പ് ഉണ്ടല്ലോ, ഓക്സിജൻ അബ്സോർബ് ചെയ്യുന്ന ആൽഗേസിന്റെ ഗ്രോത്ത് അവരെന്ത് ചെയ്യും? കൂട്ടുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കെ, ഓക്സിജൻ തരുന്ന ആൾക്കാർ അവരെ നശിപ്പിച്ച്, ഓക്സിജൻ തരാതെ എന്നാൽ ഓക്സിജൻ നന്നായി ഉപയോഗിക്കുന്ന ആൽഗേസിന്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. അപ്പൊ എന്താ സംഭവിക്കുക? ബാക്കി അക്വാട്ടിക് ഓർഗാനിസംസിന് ഓക്സിജൻ കിട്ടൂല. അപ്പോൾ എന്ത് ചെയ്യും? ആ ജീവികൾക്കുള്ള സർവൈവൽ ബുദ്ധിമുട്ടാവും. അപ്പൊ അതൊക്കെയാണ് ഡിറ്റർജൻസിന്റെ മെറിറ്റും ഡീമെറിറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഹാർഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യില്ല. അപ്പൊ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 2 ടെസ്റ്റ് ട്യൂബ്സ് എടുത്തു. ഓക്കെ, 2 ടെസ്റ്റ് ട്യൂബിന് നമ്മൾ ഈക്വൽ അമൗണ്ട് ഓഫ് സോപ്പും ഡിറ്റർജൻസും എടുത്തു. അതുപോലെ തന്നെ രണ്ടിലും ഈക്വൽ അമൗണ്ട് ഓഫ് ഹാർഡ് വാട്ടർ എടുത്തു. അപ്പൊ എന്താ മക്കളെ ഹാർഡ് വാട്ടർ? ഹാർഡ് വെച്ചാൽ നല്ല ശക്തിയുള്ള വാട്ടർ എന്നാണ് അർത്ഥം? അല്ല. ഹാർഡ് വാട്ടർ എന്ന് വെച്ചാൽ അതിൽ കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും സോൾട്ട് ഉണ്ടാവും. അതായത് CaMg, ഇത് രണ്ടിന്റെയും സോൾട്ടുകൾ ഉള്ളതിനാണ് നമ്മൾ എന്താ പറയുക? ഹാർഡ് വാട്ടർ എന്ന് പറയാം. അപ്പൊ ഹാർഡ് വാട്ടറിൽ സോപ്പും ഡിറ്റർജൻസും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഈ എക്സ്പെരിമെന്റ് നടത്തിയപ്പോൾ മനസ്സിലായത് എന്താണെന്നറിയോ? നമ്മൾ സോപ്പ് എടുത്ത്, അതായത് സോപ്പ് ആഡ് ചെയ്തിട്ടുള്ള ടെസ്റ്റ് ട്യൂബ് എടുത്തു. അപ്പൊ അതിൽ നോക്കുമ്പോൾ നന്നായിട്ട് ലേദർ, അതായത് പത ഫോം ചെയ്തിട്ട് കാണുന്നില്ല. ഓക്കെ, നേരെ മറിച്ച് നമ്മൾ ഡിറ്റർജന്റ് എടുത്ത ടെസ്റ്റ് ട്യൂബ് ഉണ്ടല്ലോ, ആ ഡിറ്റർജൻസ് എടുത്ത ടെസ്റ്റ് ട്യൂബിലാണെങ്കിൽ നല്ലോണം പതയൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, നന്നായി പതയൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ് സോപ്പിൽ അങ്ങനെ നന്നായിട്ട് പത ഫോം ചെയ്യാത്തത്? അതാണ് ക്വസ്റ്റ്യൻ. സോപ്പ് ഡസ് നോട്ട് ലാദർ വെൽ ഇൻ ഹാർഡ് വാട്ടർ. എന്താ കാരണം? പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ചാൽ, അതായത് നമ്മുടെ സോപ്പിലുണ്ടല്ലോ, സോപ്പിൽ നമുക്കറിയാം എന്താണ് സോപ്പ് എങ്ങനെ നമ്മൾ ഫോം ചെയ്യുന്നത്? ഓയിലും ഫാറ്റും ഒക്കെ ചേർന്നിട്ട്, സോൾട്ട്സ് ഓഫ് ഓയിൽസ് ആൻഡ് ഫാറ്റും ചേർന്നിട്ട് നമ്മൾ ആരോട് ചേഞ്ച് ചെയ്ത് സാൾട്ട് ഫോംഡ് ആണ് അല്ലേ? എന്തിന്റെ സോൾട്ടാണ്? ഓയിലും ഫാറ്റും ആൽക്കലി ആയിട്ട് റിയാക്ട് ചെയ്തിട്ടുള്ള സോൾട്ടാണ്. അപ്പൊ ഈ സോൾട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ചില ആൾക്കാർ നന്നായിട്ട് റിയാക്ട് ചെയ്യും, ചില ആൾക്കാർ അത്ര നന്നായിട്ട് റിയാക്ട് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ഹാർഡ് വാട്ടറിൽ കാൽസ്യത്തിന്റെയും മഗ്നീഷ്യത്തിന്റെയും എന്തുണ്ടെന്ന് പറഞ്ഞു? സോൾട്ട് ഉണ്ടെന്ന് പറയും. അപ്പൊ ഈ സോൾട്ട് നമ്മൾ പുതുതായി ആഡ് ചെയ്ത സോപ്പിലെ കമ്പോണന്റ് ആയിട്ട് റിയാക്ട് ചെയ്യോ ഇല്ലയോ? ഇല്ല. ഇനി അവർ റിയാക്ട് ചെയ്താലോ? റിയാക്ട് ചെയ്തിട്ട് നമുക്ക് ഡിസോൾവ്, അതായത് ഒഴുക്കി കളയണ്ടേ? അങ്ങനെ ഒഴുകി കളയില്ല. അപ്പൊ ഈ ഫോം ചെയ്യുന്ന സോൾട്ട്സ് എന്ത് ചെയ്യും? ഇൻസോല്യൂബിൾ ആയിട്ടുള്ള കമ്പോണൻസ് ഫോം ചെയ്യും. അപ്പൊ ഇൻസോല്യൂബിൾ ആയിട്ട് കമ്പോണന്റ് ചെയ്യും എന്താണ്? സോപ്പ് അങ്ങനെ ഡിസോൾവ് ആയി പത ഫോം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അത് വാട്ടർ സോല്യൂബിൾ ആയിട്ടാണ് പത ഫോം ചെയ്യുന്നത് അല്ലേ? പക്ഷേ നമ്മൾ ഹാർഡ് വാട്ടറിൽ ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ പത ഫോം ചെയ്യില്ല. അതിന് പറയുന്നത് പ്രസിപ്പിറ്റേറ്റ്, ചിലപ്പോൾ പൊടി ആയിട്ടൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് സോപ്പ് നമ്മൾ ഹാർഡ് വാട്ടറിൽ നമ്മൾ കഴുകുമ്പോൾ, നമ്മൾ ഇപ്പൊ കുളിക്കൊക്കെ ഹാർഡ് വാട്ടർ നമ്മളിപ്പം ചില ഭാഗത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ വാട്ടർ ഈ എന്താണ് കുറച്ചിൽ ഈ പ്യൂരിഫൈഡ് വാട്ടർ എന്നൊക്കെ പറയുമ്പോൾ ഹാർഡ് കണ്ടന്റ്, അതായത് കാൽസ്യം മഗ്നീഷ്യത്തിന് സോൾട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുളിക്കുമ്പോൾ ഒക്കെ പതയും സംഭവങ്ങളൊന്നും ഫോം ചെയ്യില്ല സോപ്പ് ഉപയോഗിച്ചാൽ. അപ്പൊ നമ്മൾ ചോടാ ഈ സോപ്പിന്റെ എന്തോ ക്വാളിറ്റി കുറഞ്ഞെന്നൊക്കെ തോന്നുന്നു. ഒന്നുമല്ല, ആ ഹാർഡ് വാട്ടർ ആയതുകൊണ്ടാണ് പത ലേദർ ഫോം ചെയ്യാത്തത്. എന്താ കാരണം? ഇത് ഫോം ചെയ്യുന്ന സോൾട്ട് എന്താണ്? ഇൻസോല്യൂബിൾ കമ്പോണൻസ് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ഹാർഡ് വാട്ടർ സോപ്പിൽ ലേദർ ഉണ്ടാക്കാത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അതുകൊണ്ടാണ് ഹാർഡ് വാട്ടർ എന്തുണ്ടാക്കുന്നത്? സോപ്പ് ലേദർ ചെയ്യാത്തത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കുക. നമ്മൾ ഈ ഡിറ്റർജൻസിന്റെ മെറിറ്റും ഡീമെറിറ്റ്സ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. ഇതൊന്നും അത്ര ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നില്ല. സോപ്പിന്റെ ക്ലീനിങ് ആക്ഷനും ചോദിക്കാം, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാം. കാരണം ഈ ചാപ്റ്ററിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു ഒരുപാട് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ടൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പൊ ഡിറ്റർജൻസിന്റെ ഡീമെറിറ്റ്സ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? മൈക്രോ ഓർഗാനിസം ഡികമ്പോസ് ചെയ്യാൻ പറ്റില്ല, അല്ലെ ഫോസ്ഫേറ്റ് എന്ത് ചെയ്തും ആൽക്കേന്റെ, അതായത് ഓക്സിജൻ പ്രൊഡ്യൂസിങ് ആൽഗയുടെ ഗ്രോത്ത് ലിമിറ്റ് ചെയ്യും, ഓക്സിജൻ അബ്സോർബ് ചെയ്യുന്ന ആൽഗയുടെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നതൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ. നിങ്ങൾക്ക് എവിടെയെങ്കിലും സംശയം, ഇപ്പൊ യൂസസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇമ്പോർട്ടൻറ്റ് കമ്പൗണ്ട്സിന്റെ യൂസസ്, അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടി പോയിട്ട് ഇടക്കിടക്ക് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾ മനസ്സിൽ വന്നോളൂ. ഇപ്പൊ പെയിന്റ് ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ, എന്താണ് ആൽക്കഹോൾസ് പെയിന്റിന് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ ആസിഡ്സും പെയിന്റിന്റെ മാനുഫാക്ചർ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ റയോൺ സിൽക്ക് ഇൻഡസ്ട്രിയിലൊക്കെ നമ്മളെ എത്തനോയിക് ആസിഡ് ഉപയോഗിക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് 3 ക്ലാസ് ഓഫ് കമ്പൗണ്ട്സ് പഠിച്ചു. എന്തൊക്കെ പഠിച്ചു? ആൽക്കഹോൾസ് പഠിച്ചു, കൂടെ നമ്മൾക്ക് കാർബോക്സിലിക് ആസിഡ് പഠിച്ചു, അവസാനം നമ്മൾ എസ്റ്റേഴ്സ് പഠിച്ചു. എസ്റ്റേഴ്സ് വെച്ച് ഫോം ചെയ്യുന്ന സോപ്പ്, എസ്റ്റേഴ്സ് വെച്ച് ഫോം ചെയ്യുന്ന സോൾട്ട് ആണ് സോപ്പും അതുപോലെ തന്നെ ഡിറ്റർജൻസും അല്ലേ? അതിന്റെ കമ്പോസിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ആൽക്കഹോൾസ് നമ്മൾ 2 എണ്ണം പഠിച്ചു. എന്തൊക്കെ പഠിച്ചു? മെത്തനോൾ പഠിച്ചു, കൂടെ നമ്മൾ എന്ത് പഠിച്ചു? എത്തനോൾ പഠിച്ചു. കാർബോക്സിലിക് ആസിഡ് നമ്മൾ എന്ത് പഠിച്ചു? എത്തനോയിക് ആസിഡ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചു? അസറ്റിക് ആസിഡ് പഠിച്ചു. ഓക്കെ, ആൽക്കഹോൾസ് പഠിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആൽക്കഹോൾസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതൊന്നും ഞാൻ പിന്നെ ഒന്നുകൂടി പറയുന്നില്ല.
കാർബോക്സിലിക് ആസിഡ് എവിടെ കാണുന്നു? നമ്മുടെ ചുറ്റുപാടും കാണുന്ന എല്ലാവരിലും കാണുന്നു. മണം, പ്ലസന്റ് സ്മെൽ ഉണ്ടാക്കുന്നതിലാണ് എസ്റ്റേഴ്സ് കാണുന്നത്. സോപ്പ് എങ്ങനെ ഫോം ചെയ്യുന്നു? ഓയിലിന്റെയും ആൽക്കലിയുടെയും ഒക്കെ എന്താണ്? ഒരു സോൾട്ട് ആണ് എസ്റ്റർ. നമ്മൾ പഠിച്ചു. ഡിറ്റർജൻസിന്റെ ഹാർംഫുൾ എഫക്ട് പഠിച്ചു. അവസാനം നമ്മുടെ എക്സ്പെരിമെന്റ് പഠിച്ചു. എന്താണ്? ഹാർഡ് വാട്ടർ. അതൊരു ചോദ്യമാണ് കേട്ടോ, നിങ്ങൾക്കുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഹാർഡ് വാട്ടർ എന്താണ്? ലാദർ ഫോം ചെയ്യുന്നില്ല. ആരുടെ കൂടെ? സോപ്പിന്റെ കൂടെ ലാദർ ഫോം ചെയ്യുന്നത്. എന്താ കാരണം? സോപ്പും ഹാർഡ് വാട്ടറും കൂടി ചേർന്നിട്ട് ഒരു സോൾട്ട് ഫോം ചെയ്യും, ഒരു ഇൻസോല്യൂബിൾ ആയിട്ടുള്ള കമ്പോണന്റ് ഫോം ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് വിചാരിച്ചതുപോലെ ലാദർ ഫോം ചെയ്യും. അതിന് പകരം എന്ത് ചെയ്യും? സോല്യൂബിൾ ആവാത്ത പൊടിയായിട്ട് താഴെ ഡെപ്പോസിറ്റ് ചെയ്യുക. നമുക്ക് മര്യാദയ്ക്ക് വിചാരിച്ച പോലെ പത ഉണ്ടാവുന്നില്ല. അപ്പൊ അത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതോടുകൂടി 10ാം ക്ലാസ് കെമിസ്ട്രി ചാപ്റ്റേഴ്സ് എല്ലാം കഴിഞ്ഞു. ഈ ഒരു ചാപ്റ്ററും കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ അവസാനം എടുത്തത്. ഓർഗാനിക്കിന്റെ 2 ചാപ്റ്റർ. ഈ ചാപ്റ്റർ ഡെഫിനറ്റ്ലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓർഗാനിക് റിയാക്ഷൻസ് ആണ്. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് റിവൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് മനസ്സിലാവും. ഈസി ആയിട്ടുള്ള 4 റിയാക്ഷൻ, അതിന്റെ കണക്ഷൻ എന്താണെന്നൊക്കെ പഠിച്ചാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതോടുകൂടി ഞാൻ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, സോ സീ യു ഓൾ ദി ബെസ്റ്റ്. Thank you. Manorama Horizon. Learning made simple.